യഥാ നമ്മുടെ ഉമ്മ അടുക്കളയിൽ ചോറ് വെക്കുമല്ലോ, ഭാര്യ അടുക്കളയിൽ ചോറ് വെക്കുമല്ലോ, ആ ചോറിങ്ങനെ കിടന്ന് തിളയ്ക്കുന്നത് പോലെ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് ചിലരുടെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അതിങ്ങനെ തിളച്ചു മറിയുകയാണ്, അതിങ്ങനെ തിളച്ചു മറിയുകയാണ്. ആ ഭയാനകമായ ദിവസത്തില് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. അവിടെ ഉമ്മയോ ഭാര്യയോ മക്കളോ കൂടപ്പുറപ്പോ ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കില്ല, ഒരാളും നിന്നെ സഹായിക്കില്ല. അങ്ങനത്തെ ഒരു ദിവസമാണ് പരലോകമെന്ന് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പ്രവാചകന്റെ മുന്നിലിരുന്ന് സഹാബത്ത് കരയുകയാ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലിരുന്ന് സ്വഹാബത്ത് കരയുമ്പോ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ ആ ഭയാനകമായ ദിവസത്തിൽ 5 വിഭാഗം ആൾക്കാർ ഞാൻ എൻ്റെ ചാരത്തേക്ക് വിളിക്കും സ്വഹാബാ. ആ ഭയാനകമായ ദിവസമുണ്ടല്ലോ, ഒരാൾ പോലും നിന്നെ സഹായിക്കാത്ത ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിൽ 5 വിഭാഗം ആൾക്കാർ മുത്തുനബി തന്റെ ചാരത്ത് വിളിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകം തന്റെ അടുക്കലേക്ക് വിളിക്കുകയാണ്, തന്റെ സിംഹാസനത്തിന്റെ ഭാഗത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് മുത്തുനബി സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ 5 വിഭാഗം ആൾക്കാർ അള്ളാഹുവിന്റെ പ്രവാചകം തന്റെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ മുത്തുനബി സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ അവരെ പ്രവാചകന് കൂടെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് മുത്തുനബി പറഞ്ഞു, സ്വഹാബാ ഞാനും അവരും സ്വർഗത്തിൽ എത്ര അടുത്താണെന്നറിയുമോ, ഞാനും അവരും സ്വർഗത്തിൽ എത്ര അടുത്താണെന്നറിയുമോ. പ്രവാചകൻ തന്റെ കൈകളുടെ വിരലുകൾ കാണിക്കുകയാണ്. തന്റെ കൈകളുടെ വിരൽ കാണിച്ചിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, സഹാബാ ഈ 5 വിഭാഗം ആൾക്കാര് നാളെ സ്വർഗത്തില് എന്റെ കൂടെ ഇത്രയും അടുത്താണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ച് ഞാൻ 5 വിഭാഗം ആൾക്കാരെ വിളിക്കും. 5 വിഭാഗം ആൾക്കാരെ ഞാൻ എൻ്റെ ചാരത്ത് വിളിച്ചിട്ട് ഞാൻ സ്വർഗത്തിൽ പോകുമ്പോൾ എൻ്റെ കൂടെ ഞാൻ അവരെ കൊണ്ടുപോകും. ഞാനും അവരും നാളെ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരാവർ, അവർ സ്വർഗത്തിൽ എൻ്റെ കൂടെയാണ്. ഞാനും അവരും തമ്മിൽ കൈകളുടെ വിരലുകൾ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇത്രയും അടുത്ത. അള്ളാഹു 5 വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പൗരത്വമുണ്ടോ എന്ന് നോക്ക്. ഇന്ത്യയിലല്ല, കേരളത്തിലല്ല, തറവാടല്ലേ നമ്മളിവിടെ ഉള്ളവരല്ല. സത്യവാ, നമ്മുടെ മുൻഗാമികൾ പാകിസ്ഥാനിന്നോ അഫ്ഗാനിസ്ഥാനിന്നോ ബംഗ്ലാദേശിന്നോ വന്നവരല്ല. നമ്മൾ വന്നത് സ്വർഗത്തിൽ നിന്നാണ്. നമ്മുടെ ബാപ്പ ആദൻ നബി, നമ്മുടെ ഉപ്പാപ്പ ആദൻ നബിയും ഉമ്മാമ ഹവ്വാ റളിയല്ലാഹു തആല ഇവർ 2 പേരും വന്നത് സ്വർഗമെന്ന് പറയുന്ന നമ്മുടെ തറവാട്ടിൽ നിന്നാണ്. അതാ നമ്മുടെ നാട്, അതാണ് നമ്മുടെ തറവാട്. ആ തറവാട്ടിൽ പൗരത്വം ഉണ്ടാക്കിയെടുക്ക്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു 5 നന്മകൾ ഞാൻ പറയാം. നാളെ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ പോകണം, മുത്തുനബിയുടെ സ്വർഗത്തിലെ കൂട്ടുകാരാകണം. അതിനുള്ള 5 നന്മകൾ, 5 നല്ല വഴികൾ ഞാൻ പറഞ്ഞു തരാം. 5ഉം പറയാമെന്ന് ഞാൻ വാക്ക് പറയൂല. ഇപ്പോൾ തന്നെ 10:30 ഇൻഷാ അല്ലാഹ്. പറയാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ പറഞ്ഞു സന്തോഷത്തോടെ ദുആ ചെയ്തു പിരിയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒന്ന് ശ്രമിച്ചൂടെ? ഒന്ന് ശ്രമിച്ചൂടെ? ഉണ്ടോയെന്നെങ്കിലും നോക്ക്. അവിടെയെങ്കിലും പൗരത്വം ഉണ്ടോ നോക്ക്. എന്തായാലും ഇവിടുത്തെ കാര്യത്തിൽ തീരുമാനമായില്ലേ, അവിടെയെങ്കിലും ഇൻഷാ അല്ലാഹ് പൗരത്വം കിട്ടണം. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരാ നാളെ പരലോകത്ത് വെച്ച് മുത്തുനബി കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന 5 വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗ ജാഅ യൗമൽ ഖിയാമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകുന്ന 5 വിഭാഗങ്ങളിൽ ഒന്നാമത്തെ വിഭാഗം ഈ സദസ്സിലിരിക്കുന്ന ചില വാപ്പയും ഉമ്മയുമാണ്.
ഈ സദസ്സിലിരിക്കുന്ന ചില മാതാപിതാക്കളാ. ആ മാതാപിതാക്കൾ ആരാ? അല്ലാഹുവിന്റെ പ്രവാചകനെ പടന്ന് പറയുന്നു, മനാല ജാരിയതൈനി ഹത്താ തബ്ലുഗ ജാഅ യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ പ്രവാചകനെ പടന്ന് പറഞ്ഞു തരികയാണ്, നാളെ മുത്തുനബിയുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുന്ന 5 വിഭാഗങ്ങളിൽ ഒന്നാമത്തെ വിഭാഗമാരാ? അത് ഈ സദസ്സിലിരിക്കുന്ന ചില മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കൾ ആരെന്നറിയുമോ? അവർക്ക് ഈ ഭാഗ്യം കിട്ടാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, പടച്ച റബ്ബ് അവർക്ക് 2 പെൺമക്കളെ കൊടുത്തു. അല്ലാഹു 2 പെൺകുട്ടികളെ അവർക്ക് കൊടുത്തു. ആ 2 പെൺമക്കളെ നല്ല നിലയിൽ വളർത്തി അവരെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന വാപ്പയും ഉമ്മയും നാളെ സ്വർഗ്ഗത്തിൽ എൻ്റെ കൂടെ ഒരുമിച്ചാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല 2 പെൺമക്കളെ കൊടുത്തു. ആ 2 പെൺകുട്ടികളെ നല്ല നിലയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുക്കുന്ന വാപ്പയും ഉമ്മയും നാളെ സ്വർഗ്ഗത്തിൽ എൻ്റെ കൂടെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു 2 പെൺമക്കളെ തന്നിട്ടുള്ള ഭാഗ്യവാന്മാരെന്ന് കൈവക്കിക്കേ. ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഒരെണ്ണം ഉള്ളവരെങ്കിലും പൊക്കിക്കേ. അൽഹംദുലില്ലാ. അപ്പം നിങ്ങളുടെ കാര്യത്തിലെ കാര്യങ്ങളൊക്കെ രക്ഷപ്പെട്ടു. അൽഹംദുലില്ലാ. അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും ആണ് മതി, പെണ്ണ് വേണ്ട. ആദ്യത്തെ കൺമണി ആണായിരിക്കണം എല്ലാവരുടെ കൊതി. ഭാര്യ ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ പടച്ചോനെ ആണ് മതി, പെണ്ണ് വേണ്ടപ്പാ. ആണ് മതി, ആണ് മതി. പെണ്ണാണെങ്കിൽ ചെലവും, ആണാണെങ്കിൽ വരുമാനവും. അതാണല്ലോ നമ്മുടെ പുതിയ കണ്ടുപിടുത്തം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ആൺകുട്ടികളോടാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണല്ലോ 2 നിർത്തുന്നത്. 2 3 ആകുമ്പോൾ തന്നെ നിർത്തി. പണ്ടൊക്കെ പെണ്ണുങ്ങൾ, അള്ളാഹു പടച്ചോനെ, ഞങ്ങളുടെ ഉമ്മയൊക്കെ 10 പെറ്റവരാ. അൽഹംദുലില്ലാ. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കുഴപ്പമില്ലെന്ന്. അൽഹംദുലില്ലാ. എപ്പോഴും ആഫിയത്തോടെ. ഇപ്പോൾ ഒരു ചെറിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. അള്ളാഹു അവർക്ക് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. പക്ഷേ ഇന്നത്തെ അങ്ങനല്ല. ഇന്ന് 2 ഒന്ന് കഴിഞ്ഞാൽ തന്നെ അസ്സലാമു അലൈക്കും മതി നിർത്തിയേക്കാനാണ് പറയണ ഭർത്താവിനോട്. എല്ലാവർക്കും ആൺകുട്ടികളോടാണ് ഇഷ്ടം, പെൺകുട്ടികളോട് ഇഷ്ടക്കുറവാണ്. എങ്കിലും മഹാനായ റസൂലുള്ളാഹി ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, ഹദീസിൻ്റെ കിതാബിൽ കാണാം, ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണ് കിട്ടിയതെങ്കിൽ, നിങ്ങളുടെയൊക്കെ ഭാര്യമാർ ആദ്യത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞിനെയാണോ പ്രസവിച്ചത്, നിങ്ങൾ ഭാഗ്യവാന്മാരാ. അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യുമെന്ന അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണ് പ്രസവിക്കുന്നതെങ്കിൽ ആ വീട്ടുകാർക്ക് അള്ളാഹു ബറക്കത്ത് ചെയ്യുമെന്ന്. അപ്പോൾ പെണ്ണ് വീടിൻ്റെ അനുഗ്രഹമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബിക്ക് പെൺമക്കളോട് വല്ലാത്ത സ്നേഹമായിരുന്നു. മുത്തുനബിക്ക് പെൺമക്കളോട്, പെൺകുട്ടികളോട് വേർതിരിവ് കാണിക്കുന്നത് ഒരിക്കലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിക്കില്ല, ഇഷ്ടപ്പെടില്ല. ഒരിക്കലും ചരിത്രം കാണാം, മസ്ജിദ് നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ സ്വഹാബികൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഒരു മകൻ ഓടി വന്നു. വാപ്പാടെ മുന്നിൽ ഉസ്താദൊക്കെ പള്ളിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ ചെറിയ മക്കൾ വാപ്പാടെ അടുക്കൽ ഓടി വരുന്നത് പോലെ വാപ്പാടെ അടുക്കൽ ഓടിക്കേറി വന്നു. വാപ്പാടെ അടുക്കൽ വന്നപ്പോൾ പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പിടിച്ചു മടിയിലിരുത്തി വാപ്പ. റസൂലുള്ളാഹി തങ്ങളൊന്നും മിണ്ടിയില്ല. കുറേ സമയം കഴിഞ്ഞു. അതേ മനുഷ്യൻ്റെ പെൺകുട്ടിയായ മകള് വാപ്പാടെ അടുക്കൽ അതുപോലെ കയറി വന്നു. വാപ്പ കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തിട്ട് പിടിച്ച് താഴെ ഇരുത്തി. റസൂലുള്ളാഹി തങ്ങൾ വയല് നിർത്തി. പ്രഭാഷകന്റെ പ്രസംഗം, മുത്തുനബി പ്രസംഗം നിർത്തി. എന്നിട്ട് ആ വാപ്പാനോട് പറഞ്ഞു, ഒന്നുകിൽ ആ മടിയിലിരിക്കണം മോനെ താഴെ ഇരുത്ത്, അല്ലെങ്കിൽ ആ താഴെ ഇരിക്കണം മകളെയും കയറ്റി മടിയിലിരുത്തുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിക്ക് സഹിച്ചില്ല ആ പെൺകുട്ടിയോട് വേർതിരിവ് കാണിച്ചപ്പോൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം എടുത്തു നോക്ക്. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോൾ എന്തൊരു സ്നേഹമെന്നറിയൂ. ലോകത്ത് ഒരു മനുഷ്യനും ഖിയാമത്ത് നാൾ വരെ വാപ്പ മകളെ സ്നേഹിച്ചതുപോലെ, നബി തൻ്റെ പൊന്നാര മകളെ സ്നേഹിച്ചതുപോലെ ഒരു വാപ്പയും ഖിയാമത്ത് നാൾ വരെ സ്നേഹിക്കൂല. ഇനി നീ എന്തൊക്കെ വാങ്ങിക്കൊടുത്താലും. അത്രയ്ക്കും ഇഷ്ടമാ ഫാത്തിമ എന്ന് പറയുന്ന തൻ്റെ പൊന്നുമോളെ കാണുമ്പോൾ നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കുമായിരുന്നു മുത്തുനബി. തൻ്റെ പൊന്നാര മകളുടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കും. ചരിത്രം പറയുന്നു, ഇരിക്കുന്ന സമയത്തെങ്ങാണം ഫാത്തിമ കയറി വന്നാൽ ഒറ്റയ്ക്കുണ്ടായിരുന്നെങ്കിൽ മുത്തുനബി എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു തൻ്റെ മകളുടെ മുന്നിൽ. ഫാത്തിമ എന്ന് പറയുന്ന തൻ്റെ പൊന്നാര മകൾ ആരുമില്ലാത്ത സമയങ്ങളിൽ പ്രവാചകൻ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. കാരണം
എൻ്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണിൻ്റെ കാൽച്ചുവട്ടില, ഉമ്മയുടെ കാൽച്ചുവട്ടില സ്വർഗം കിടക്കുന്നത്. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അങ്ങനായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും പെൺമക്കളോട് വല്ലാത്ത സ്നേഹം. പെൺകുട്ടികൾ, പ്രത്യേകിച്ച് ആൺമക്കളെക്കാളും സ്നേഹം പെൺകുട്ടികൾക്കാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ വീടുകളിൽ കണ്ടുവരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പെൺകുട്ടികൾക്ക് വാപ്പാനോട് വല്ലാത്തൊരു സ്നേഹമാണ്. ഉമ്മയെക്കാളും സ്നേഹം വാപ്പാനോടാണ്. അതാണല്ലോ നമ്മൾ പഴയതൊക്കെ പറയും, ആൺകുട്ടികൾക്ക് നേരെ തിരിച്ച ഉമ്മാനോടാ വലിയ സ്നേഹം. അത് വേറൊന്നും കൊണ്ടല്ല, എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉമ്മാടെ അടുക്ക പോയിട്ട് മക്കളിങ്ങനെ തട്ടിത്തട്ടി നിൽക്കും. അപ്പോൾ ഉമ്മായിക്കറിയാം എന്തോ കാര്യം നേടാനാണെന്ന്. എന്നാൽ വാപ്പ ഇങ്ങനെ ഇരിക്കുക, മോളിങ്ങനെ വന്ന് വാപ്പാടെ താടിയിലും തലയിലൊക്കെ പിടിക്കുമ്പോൾ അതങ്ങനെ നേരെ തിരിച്ചിങ്ങനെ. അതാണ് പെൺമക്കൾ. വാപ്പമാരോട് വല്ലാത്ത സ്നേഹമാണ് പെൺമക്കൾക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് അപ്പം നിങ്ങൾ ഈ സദസ്സിലിരിക്കുന്നവർ വിചാരിച്ചു, ഉസ്താദേ എനിക്ക് പെൺകുട്ടികളുണ്ട്, അപ്പം ഞാൻ സ്വർഗത്തിൽ പോകില്ലേ? പെട്ടെന്ന് അത് കൈവക്കിയപ്പോൾ എന്നാ ഉഷാറെന്നറിയോ? ഒരെണ്ണെങ്കിലും ഉള്ളവരെ കൈവക്കാൻ പറഞ്ഞപ്പോൾ എന്തൊരു ആത്മാർത്ഥമായിട്ട് കൈവക്കിയവരോട് ഞാൻ ചോദിക്കാം, നിങ്ങളൊക്കെ വിചാരിച്ചു അപ്പം നാളെ ഞാൻ രക്ഷപ്പെട്ടു എന്ന്? വാപ്പാ, നീ ചിന്തിച്ച് നോക്ക്. ഹജ്ജ് ചെയ്തവനും ഞാനും സ്വർഗത്തിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞില്ല. പള്ളി കെട്ടിക്കൊടുത്തവനും ഞാനും നാളെ സ്വർഗത്തിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞില്ല. നോമ്പ് പിടിച്ചവനും ഞാനും നാളെ സ്വർഗത്തിൽ ഇത്രയും അടുത്താണെന്ന് പ്രവാചകൻ പറഞ്ഞില്ല. പ്രവാചകൻ പറഞ്ഞു, 2 പെമ്മക്കളെ വളർത്തി വിവാഹം കഴിച്ചു കൊടുക്കുന്ന വാപ്പയും ഉമ്മയും നാളെ സ്വർഗത്തിൽ എൻ്റെ കൂടെ ഇത്രയും അടുത്താണെന്ന് മുത്തുനബി തൻ്റെ കൈ വിരലുകൾ ചേർത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതിൽ നിന്ന് പാഠം പഠിക്കണം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അതങ്ങനെ എളുപ്പമുള്ള കാര്യമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ 2 പെൺകുട്ടികളെ നല്ല നിലയിൽ വളർത്തി പ്രായപൂർത്തി വരെ എത്തിച്ച് അവരെ ഏതെങ്കിലും നല്ല ഒരുത്തൻ്റെ കയ്യിൽ പിടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജിഹാദായിട്ട് കാണേണ്ട കാലഘട്ടം. നിങ്ങൾ ആലോചിക്ക്, നിങ്ങൾ അത്ര എളുപ്പമെന്ന് വിചാരിച്ചോ? പണ്ടത്തെ കാലഘട്ടങ്ങളിൽ നിങ്ങളൊക്കെ പെണ്ണ് കാണാൻ പോയ രംഗം ഒന്ന് ആലോചിക്കേ. ഈ പ്രായമുള്ള നിങ്ങളൊക്കെ പണ്ട് പെണ്ണ് കാണാൻ പോയി. സ്കൂൾ വിട്ടുകൊണ്ട് നിങ്ങളുടെ ഇന്നത്തെ ഭാര്യമാർ സ്കൂൾ വിട്ട് വീട്ടിൽ കയറി വന്നപ്പോൾ അവരുടെ വാപ്പമാർ പറഞ്ഞു, ആയിഷ കല്യാണം ഉറപ്പിച്ചു, ദാണ്ടായി ഇരിക്കുന്നതാണ് പയ്യൻ, ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ആ പാപം സ്കൂൾ ബാഗ് വിട്ടിട്ടൊരു കരച്ചിലും കരഞ്ഞു. ഇപ്പം നിൻ്റെ കൂടെ വന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അത് പണ്ടത്തെ പെണ്ണുങ്ങൾ. ഇന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ +1 പഠിക്കുന്ന 17ഉം 18ഉം വയസ്സുള്ള മക്കൾ വീട്ടിൽ കയറി വന്നിട്ട് വാപ്പാനോട് പറയും, ഞാനൊരുത്തനെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടാ, ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടതാ, ബസ്സിൽ യാത്ര ചെയ്തപ്പം അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പരിചയപ്പെട്ടതാ, എനിക്ക് അവനെ തന്നെ മതി, കെട്ടിച്ചേരണം. അപ്പോൾ വാപ്പ ഇങ്ങനെ വെടികൊണ്ടതുപോലെ ഇരിക്കുക. വാപ്പ എന്നിട്ട് ഇവനെ ഒന്ന് അന്വേഷിച്ചപ്പോൾ സ്വന്തം ജാതി പോലുമല്ല. വാപ്പ പറഞ്ഞു, മോളെ അവൻ മുസ്ലിമല്ല, ഞാൻ കൊന്നാലും സമ്മതിക്കൂല, ഞാൻ ഇറങ്ങിപ്പോകും വാപ്പ. നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം? ഞങ്ങൾ ഇറങ്ങിപ്പോകും. കോടതി പോകുമ്പോൾ കോടതി ഒതുക്കും, ആരുടെ കൂടെ പോകണം? എനിക്ക് പ്രായപൂർത്തിയായല്ലോ. ഞാൻ പറയും, ഓനെ മതി, ഞാൻ പോകും. നാണം കെടണ്ടെങ്കിൽ കെട്ടിച്ചതാ. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഇത് തന്നെയാ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നടക്കണ ഇതാണല്ലോ എൻ്റെ പ്രിയപ്പെട്ടവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 2 പെൺകുട്ടികളെ എങ്ങനെ വളർത്തുക. നിങ്ങൾ ഈ ഇറച്ചിക്കോഴിയെ വളർത്തുന്ന പോലെ വളർത്തിയ സ്വർഗത്തിൽ പോകില്ല കേട്ടാ. 2 പെൺകുട്ടികളെ ഇങ്ങനെ വളർത്തുക. ഇപ്പോൾ എറണാകുളത്തൊക്കെ ഇറങ്ങിയ കാണാൻ അങ്ങനെ വളർത്തിയിട്ട് കാര്യമൊന്നുമില്ല. 2 ഇങ്ങനെയൊക്കെ പെറ്റിട്ടുണ്ട്, ഇങ്ങനെ നടത്തുക. 10-18 ആകുമ്പോൾ ഇവൻ്റെ കയ്യിൽ പിടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലല്ല പോവാ, നരകത്തിലാ പോവാ. എങ്ങനെയാണ് പെൺകുട്ടികളെ വളർത്തേണ്ടത് അവിടെ മനസ്സിലാക്കണ്ടേ. ചുമ്മാതെ വളർത്തിയാ പോരാ. ആൺകുട്ടികളെ വളർത്തുന്നത് പോലെയല്ല പെൺകുട്ടികളെ വളർത്തേണ്ടത് വളരെ സൂക്ഷ്മതയോടുകൂടി വേണം വളർത്താൻ. ആൺകുട്ടികളെ വളർത്തുന്നത് പോലെയല്ല പെൺകുട്ടികളെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഒരു പെണ്ണ് നന്നായ ഈ ലോകം തന്നെ നന്നാകും ചങ്ങാതി. അതാ, ഒരു പെണ്ണ് നന്നായാൽ ലോകം തന്നെ നന്നാകും. ഒരു പെണ്ണ് പിഴച്ചു പോയാൽ ഈ പ്രപഞ്ചം തന്നെ നശിച്ചു പോകാൻ കാരണമാകുമെന്ന് എത്രയോ ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് എടുത്തു നോക്ക്. അള്ളാഹിന്റെ ഖുർആൻ പറയുന്ന, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നല്ല കൃഷിയിടത്തിൽ വിത്തിട്ടാലേ നല്ല വിളവ് കിട്ടൂ. ഖുർആൻ പറഞ്ഞൊരു പ്രയോഗമാണ്. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നല്ല കൃഷിയിടത്തിൽ വിത്തിട്ടാൽ നല്ല വിളവ് കിട്ടും. ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, നിസാഉക്കും ഹർസുല്ലക്കും വഅതു ഹർസക്കും. നിന്റെ ഭാര്യ നിന്റെ കൃഷിയിടമാ, നിന്റെ ഭാര്യ നിന്റെ കൃഷിയിടമാ.
പച്ച മലയാളത്തിൽ പറഞ്ഞ മക്കളെ നല്ല കൃഷിയിടത്തിൽ വിത്തിട്ടാലേ നല്ല വിളവ് കിട്ടൂ എന്ന് പറഞ്ഞ അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിൻ്റെ മടിത്തട്ടിലെ നല്ല മക്കൾ ജനിക്കാറുള്ളൂ എന്ന് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒരു നല്ല ഉമ്മാടെ മടിത്തട്ടിലെ നല്ല മക്കൾ പിറക്കാറുള്ളൂ. ഒരു നല്ല ഉമ്മ വളർത്തിയ ഒരു മക്കൾ ഇന്നുവരെ കണ്ടവൻ്റെ കൂടെ പോയിട്ടില്ല. ഉമ്മാനെ തല്ലിയിട്ടുണ്ടോ? ചീത്ത വിളിച്ചിട്ടുണ്ടോ? വൃദ്ധസദനത്തിൽ കൊണ്ടിട്ടിട്ടുണ്ടോ? മരിച്ചുപോയവരുടെ കടം വിട്ടാതിരുന്നിട്ടുണ്ടോ? ഇല്ല. നല്ല ഉപ്പായും ഉമ്മായും വളർത്തിയ ഒരു മക്കളും ഇന്ന് വരെ തലതിരിഞ്ഞു പോയിട്ടില്ല. ചരിത്രങ്ങളാ പറയുക. എത്രയോ ചരിത്രങ്ങൾ, ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്കും. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം മുതൽ നിങ്ങൾ എത്രയോ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്ക്. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആപ്പാനെ പോലും കണ്ടില്ലല്ലോ. മുത്തുനബി ഉമ്മയല്ലേ വളർത്തിയേ? എൻ്റെ കുറച്ച് നാളാണെങ്കിലും അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഈ ഉമ്മയല്ലേ വളർത്തിയേ? നിങ്ങൾ പഠിച്ചു നോക്ക്. ഈ നാട്ടിൽ നിങ്ങൾക്കറിയുന്ന, നിങ്ങളൊക്കെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന പലരുടെയും ചരിത്രങ്ങൾ എടുത്തു നോക്ക്. അവരൊക്കെ നല്ല ഉമ്മമാരുടെ മടിത്തട്ടിൽ ജനിച്ചവരാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനാവിടെന്ന് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരോട് എല്ലാവർക്കും നല്ല മക്കൾ വേണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്. മോനെ, ഒരു പെണ്ണ് നന്നായാൽ അവളുടെ മക്കൾ നന്നാവുകയാണ്, അവളുടെ ഭർത്താവ് നന്നാവുകയാണ്. പടച്ചവനെ, ഒരു വാപ്പയും ഉമ്മയും നന്നായാൽ അവരുടെ മക്കൾ നന്നായി, അവരുടെ വീട് നന്നായി, അവളുടെ കുടുംബം നന്നായി, അവരുടെ നാട് നന്നായി, അവളുടെ രാജ്യം നന്നായി, ലോകം വരെ നന്നാകാൻ കാരണമാകും. ഒരു പെണ്ണ് നന്നായാൽ നല്ല ഉമ്മയുടെ മടിത്തട്ടില്, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മാതാപിതാക്കളുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ പിറക്കുന്നത്. ഒരേ ഒരു ചരിത്രം ഞാൻ പറയാ. അള്ളാഹുവേ, പടച്ച റബ്ബിനെ പേടിച്ച് ജീവിച്ചിരുന്ന സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. ഹലാലല്ലാതെ ഒന്നും കടിക്കാറില്ല. അതാ സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്, സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഹലാലല്ലാത്ത ഒന്നും അവിടെ നിന്ന് കഴിക്കാറില്ല. ദിവസങ്ങളായി പട്ടിണിയാണ്. വീടിന്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അവസാനം സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തെരുവിലൂടെ നടക്കുകയാണ്. ഒരാളും അവിടെ നിന്ന് ഭക്ഷണം കൊടുക്കുന്നില്ല. അവസാനം പടച്ചവനെ, ഒരു പുഴയുടെ ചാരത്തുകൂടെ നടന്നു വരുമ്പോ സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് തളർന്നങ്ങ് വീഴുകയാണ്. പട്ടിണിയാണല്ലോ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായല്ലോ. സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പുഴയുടെ ചാരത്ത് അവിടെ നിന്ന് തളർന്ന് വീഴുകയാ. അങ്ങനെ പുഴയുടെ ചാരത്ത് തളർന്ന് കിടക്കുമ്പോ വെള്ളത്തിലൂടെ ഒരു ആപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. വെള്ളത്തിലൂടെ ഒരു ആപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ആപ്പിൾ കാണുമ്പോ അവിടെ നിന്ന് കൈയിട്ടെടുക്കുകയാണ്. വിശപ്പിന്റെ കാഠിന്യത്താൽ അവിടെ നിന്ന് കഴിക്കുകയാണ്. ആപ്പിളിന്റെ പകുതി അങ്ങ് കഴിക്കുമ്പോഴാണ് അവിടുത്തെ ബുദ്ധി വർക്ക് ചെയ്യുന്നതല്ല. ഇതാരുടേതാണെന്ന് എനിക്കറിയില്ലല്ലോ അല്ലോ, ഞാൻ ഹറാമ് തിന്നല്ലോ അല്ലോ. ഇനി എൻ്റെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ലല്ലോ, എൻ്റെ ദുആയിനെ സ്വീകരിക്കില്ലല്ലോ. ഞാൻ നരകത്തിൻ്റെ അവകാശിയായി പോയല്ലോ. വെള്ളത്തിലൂടെ ഒഴുകി വരുന്നപ്പോൾ ആപ്പിള് കടിച്ചതിൻ്റെ പേരില് സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അതാ കയ്യിൽ ആപ്പിളിന്റെ പകുതി പിടിച്ചിട്ട് നിലവിളിക്കുകയാണ്. ഒരു ഭ്രാന്തനെ പോലെ എവിടെ കിടന്ന് പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് പടച്ചവന് പുഴയുടെ എതിരെ ഓടുകയാണ്. എവിടെ നിന്നാണ് ഈ ആപ്പിള് വീണത്? അല്ലാഹുവേ, ഒരുപാട് ദൂരം ഇങ്ങനെ സഞ്ചരിക്കുകയാ. അവസാനം ഈ ആപ്പിള് അതാ പുഴയിലേക്ക് ചാരി നിൽക്കുന്ന ഒരു ആപ്പിള് തോട്ടം കാണുകയാണ്. അവിടെ നിന്നാണ് വീണതെന്ന് മനസ്സിലായി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് തോട്ടത്തിന്റെ അകത്തേക്ക് കടന്നു ചെന്നു. അതാ അതിനകത്ത് നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിൽ പിടിച്ച് നിലവിളിക്കുകയാണ്. നടന്നത് മുഴുവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് ചോദിക്കും,
എനിക്കൊന്ന് പൊരുത്തം തരുമോ, എനിക്കൊന്ന് പൊരുത്തം തരുമോ? സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ കടന്നുകൊണ്ട് കയ്യിൽ പിടിച്ചിട്ട് കരയുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്തേ, പൊരുത്തം തരാ, ഞാനിവിടത്തെ മുതലാളിയല്ല, ഞാനിവിടത്തെ തൊഴിലാളിയാണ്, ഈ തോട്ടം നോക്കുന്ന ജോലിയാണ് എനിക്കുള്ളത്, പിന്നെ എങ്ങനാ ഞാൻ നിങ്ങൾക്ക് പൊരുത്തം തരുന്നത്? അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങളുടെ മുതലാളിയുടെ വീട് എവിടെയാണ്? ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്തേ, 3 ദിവസം രാവും പകലും സഞ്ചരിച്ചാലേ എൻ്റെ യജമാനന്റെ വീട്ടിലെത്തൂ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, ഈ കയ്യിലിരിക്കുന്ന ആപ്പിളിന്റെ പകുതിയുടെ പൊരുത്തം ചോദിക്കാ 3 അല്ല 300 കൊല്ലം പോകേണ്ടി വന്നാലും സാബിത്ത് തയ്യാറാ. കാരണം അല്ലാഹുവിന്റെ മുന്നിൽ എനിക്ക് ഹറാമായിട്ട് പോകാ പേടിയാട്, എനിക്ക് അല്ലാഹുവിന്റെ നരകം വല്ലാത്ത പേടിയാട്. അവിടെ നിന്ന് ദിവസങ്ങളോളം സഞ്ചരിക്കുകയാണ്. പറഞ്ഞ അടയാളം വെച്ച് അവസാനം ആ തോട്ടത്തിന്റെ മുതലാളിയുടെ വീടിന്റെ മുന്നിലെത്തി. ഒരു പ്രായം ചെന്ന മനുഷ്യനാട് ഓടിച്ചെന്ന് കയ്യിൽ പിടിച്ച് നിലവിളിക്കുകയാ. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പൊരുത്തം ചോദിക്കുകയാണ്. ആ മനുഷ്യൻ വല്ലാതെ അത്ഭുതപ്പെടുന്നു. ആരാ പടച്ചവര്? ഈ ചെറുപ്പക്കാരൻ ആരാണല്ലോ? വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിളിന്റെ പൊരുത്തം ചോദിക്കാറ്. ഇവിടെ വരെ കഷ്ടപ്പെട്ട് ഇവന് വന്നിട്ടുണ്ടെങ്കിൽ ഇവന് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല, ഇവൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്ത്, ഞാൻ പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എനിക്കൊരു പൊന്നുമോളുണ്ട്, അവളെ നീ വിവാഹം കഴിക്കണം. അവൾക്ക് കണ്ണിന് കാഴ്ചയില്ല, അവൾക്ക് ചെവിക്ക് കേൾവിയില്ല, അവളുടെ കാലിന് സ്വാധീനമില്ല. എന്റെ പൊന്നുമോളെ വിവാഹം കഴിച്ചാലേ നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ട് തരൂ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, എനിക്ക് പെണ്ണിനെ പോലും കാണണ്ട, കണ്ണിന് കാഴ്ചയില്ലെങ്കിലും ചെവിക്ക് കേൾവിയില്ലെങ്കിലും കാലിന് സ്വാധീനമില്ലെങ്കിലും അവൾക്ക് എന്ത് ന്യൂനതയുണ്ടെങ്കിലും ഞാൻ വിവാഹം കഴിക്കാ തയ്യാറാ. അങ്ങനെ അവിടെ നിന്ന് വിവാഹം കഴിഞ്ഞു. അവസാനം അതാ മണിയറയ്ക്കകത്തേക്ക് സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ മണിയറയ്ക്കകത്ത് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, സുന്ദരിയായ ഒരു പെണ്ണ് മണിയറയ്ക്കകത്ത് ഒരുങ്ങിയിരിക്കുകയാണ്. സാബിത്ത് ചോദിക്കുന്നു, കണ്ണ് കാണാത്ത, ചെവിക്ക് കേൾവിയില്ലാത്ത, കാലിന് സ്വാധീനമില്ലാത്ത എന്റെ ഭാര്യ വിട്. ആ പെണ്ണ് പറഞ്ഞു, സാബിത്ത്, ഞാൻ തന്നെയാ നിങ്ങളുടെ ഭാര്യ. എന്റെ കണ്ണിന് കാഴ്ചയുണ്ട്, എന്റെ ചെവിക്ക് കേൾവിയുണ്ട്, എന്റെ കാലിന് സ്വാധീനമുണ്ട്. പിന്നെ എന്റെ വാപ്പ എങ്ങനെ പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ കണ്ണുകൊണ്ട് ഹറാം കണ്ടിട്ടില്ല സാബിത്തേ. ഞാൻ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന പെണ്ണാ. ഇന്ന് വരെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഹറാം കണ്ടിട്ടില്ല, ഹറാം കേട്ടിട്ടില്ല. അല്ലാഹു പോകരുതെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഇന്ന് വരെ എൻ്റെ കാലുകൊണ്ട് നടന്നിട്ടില്ല. ഞാൻ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണാ. അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ, എൻ്റെ പ്രിയമുള്ളവരെ, ആ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരനും ആ പെണ്ണും കൂടെ, ഇവര് രണ്ടുപേരും കൂടെ കുടുംബജീവിതം തുടങ്ങുകയാണ്. വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിൾ എടുത്ത് പകുതി കഴിച്ചു, അതും പട്ടിണി കിടന്ന് തളർന്ന് കിടക്കണ സമയത്ത്. അതിൻ്റെ പൊരുത്തം ചോദിക്കാൻ ദിവസങ്ങളോളം സഞ്ചരിച്ച് അവസാനം ചെന്നപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ മകളെ നീ വിവാഹം കഴിക്കണം, അതിനും ഞാൻ റെഡിയാ, എനിക്ക് പൊരുത്തം മതി, എനിക്ക് പൊരുത്തം മതി. അവിടെ നിന്ന് കല്യാണമെല്ലാം കഴിച്ചു. രണ്ടുപേരും അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരായിരുന്നു, വാപ്പായും ഉമ്മായും. അവർ രണ്ടുപേരും കൂടെ കൃഷി അങ്ങോട്ട് ഇറക്കി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർ രണ്ടുപേരും കൂടെ കുടുംബജീവിതം നടത്തി. അള്ളാഹു അവർക്കൊരു മോനെ കൊടുത്തു, അള്ളാഹു അവർക്കൊരു നല്ല മകനെ കൊടുത്തു. ആ മകൻ്റെ പേരെന്തെന്നറിയുമോ? മഹാനായ ഇമാമുന അബു ഹനീഫത്തുൽ ഖൂഫി റളിയല്ലാഹു തആല അൻഹു. മഹാനായ ഇമാം അബു ഹനീഫ തങ്ങൾ ആ ഉമ്മായ്ക്കും വാപ്പായ്ക്കും ജനിച്ച മകനായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്ക അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല കൃഷിയിടത്തിൽ വിത്തിട്, നല്ല വിളവ് അള്ളാഹു തരും. നല്ല പെണ്ണിൻ്റെ വയറ്റിലെ നല്ല വാപ്പയും ഉമ്മയ്ക്ക് നല്ല മക്കൾ ജനിക്കാറുള്ള എത്രയോ ചരിത്രങ്ങൾ. മുബാറക്ക് എന്ന് പറയുന്ന ഒരു അടിമയുണ്ട്.
ചരിത്രത്തിൽ കാണാം മുബാറക്. ഇന്നത്തെ പെൺകുട്ടികളൊക്കെ പഠിക്കണം, ആ മക്കളൊക്കെ പഠിക്കണം. എടാ, മുബാറക് എന്ന് പറയുന്ന ഒരു അടിമയുണ്ട്, മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരനാ. ഒരിക്കൽ യജമാനൻ വിളിച്ചു, മുബാറക്ക്, വീട്ടിൽ വിരുന്നുകാർ വന്നിരിക്കുന്നു, നീ പോയിട്ട് മുന്തിരിത്തോട്ടത്തിൽ നിന്ന് 1 കുല മധുരമുള്ള മുന്തിരി പറിച്ചു കൊണ്ടുവാ. മുബാറക് എന്ന് പറയുന്ന അടിമ ഓടിച്ചെന്നു മുന്തിരി ഇങ്ങനെ നോക്കി. അവിടെ നിന്ന് 1 കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ മുന്നിൽ വെച്ചു കൊടുത്തു. വിരുന്നുകാർ വന്നിട്ടുണ്ട്. യജമാനൻ ഒരു മുന്തിരി എടുത്ത് കഴിച്ചു നോക്കുമ്പോൾ വല്ലാത്ത കയ്പും വല്ലാത്ത പുളിപ്പും. യജമാനൻ പറഞ്ഞു, എടാ പോയിട്ട് മധുരമുള്ളത് പറിച്ചു കൊണ്ടുവാടാ, വിരുന്നുകാർക്ക് കൊടുക്കാനാ. മുബാറക് എന്ന് പറയുന്ന അടിമ 2ാമതും തോട്ടത്തിൽ പോയി 1 കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ മുന്നിൽ വെച്ചു. യജമാനൻ അതും നിന്ന് നോക്കുമ്പോൾ വല്ലാത്ത പുളി. യജമാനന്റെ ദേഷ്യം വന്നു, മുബാറക് പോടാ, പോയി മധുരമുള്ളത് പറിച്ചു കൊണ്ടുവാടാ, നീ കളിയാക്കുന്നോടാ പറഞ്ഞു വിട്ടു. 3ാമതും മുബാറക് എന്ന് പറയുന്ന അടിമ തോട്ടത്തിൽ പോയി 3ാമതും അവിടെ നോക്കിയിട്ട് കണ്ടതിൽ വെച്ചൊരു മനോഹരമായ 1 കുല മുന്തിരി പറിച്ചുകൊണ്ട് യജമാനന്റെ മുന്നിൽ വെച്ചു. യജമാനൻ തിന്നു നോക്കിയപ്പോൾ അതും വല്ലാത്ത പുളിപ്പും കയ്പും. പിന്നെ നോക്കിയില്ല, എടുത്തിട്ട് തല്ല, എടുത്തിട്ട് അടിക്ക. മുതലാളി മുബാറക് എന്ന് പറയുന്ന അടിമയെ തല്ലുമ്പോൾ പറയുന്നുണ്ട്, എടാ മുബാറക്, 10 കൊല്ലമായിട്ട് നീ ഈ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നു, മധുരമുള്ളതേതാ മധുരമില്ലാത്തതേതാ നിനക്കറിയില്ലേടാന്ന് പറഞ്ഞിട്ട് തല്ലുമ്പോൾ ആ മുബാറക് എന്ന് പറയുന്ന അടിമ മുതലാളിയോട് ചോദിച്ചു, ഞാൻ ഇന്ന് വരെ തിന്നു നോക്കിയിട്ടില്ല, 10 വർഷമായിട്ട് ഞാനിവിടെ ജോലി ചെയ്യുന്നു, എനിക്ക് ജോലിയല്ലേ, മുന്തിരിത്തോട്ടം നോക്കാനുള്ള ജോലിയല്ലേ എനിക്ക്, തിന്നാനുള്ള അനുവാദം നിങ്ങൾ എനിക്ക് തന്നിട്ടില്ലല്ലോ. താഴെ കിടക്കണ ഒരു മുന്തിരിയെങ്കിലും എടുത്ത് തിന്നാലല്ലേ മധുരമുള്ളതേതാ മധുരമില്ലാത്തതേതാ എന്ന് എനിക്കറിയില്ല. അള്ളാഹുവേ, മുബാറക് എന്ന് പറയുന്ന അടിമയുടെ മറുപടി കേട്ടിട്ട് ആ മനുഷ്യൻ്റെ കണ്ണങ്ങിട്ട് നിറയാൻ തുടങ്ങി. അതാ 10 കൊല്ലം ഒരു മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് ആ തോട്ടത്തിൽ താഴെ കിടക്കണ ഒരു മുന്തിരി പോലും എടുത്ത് തിന്നിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ പള്ളിയുടെ മൂത്രപ്പുരയിൽ കിടക്കണ ചെരുപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അള്ളാടെ പള്ളി കിടക്കണ മൂത്രപ്പുരയിൽ കിടക്കണ ചെരുപ്പ് കണ്ടിട്ടുണ്ടാ? ആ ചെരുപ്പിന്റെ മുകൾ ഭാഗം മുറിച്ചിട്ടിരിക്കുക. എന്തിന്? ആരെങ്കിലും മോട്ടിച്ചോണ്ട് പോകാതിരിക്കാൻ. ആലോചിക്ക്. ആ പള്ളി കമ്മിറ്റിക്കാരന്മാരെ തല്ലണം. എത്ര ആലോചിച്ചോക്ക്, എത്ര ഗതികേടെന്ന് ആലോചിച്ചോക്ക്. പള്ളിയുടെ മൂത്രപ്പുരയിൽ കിടക്കണ ആർക്കും വേണ്ടാത്ത ആ ചെരുപ്പ് മുറിച്ചിട്ടിരിക്കുക. ബാത്റൂമിലെ കപ്പ് വരെ തൊടല് കിട്ടാഞ്ഞത് കാര്യം. ചങ്ങല കെട്ടിയിരുന്നെങ്കിൽ കെട്ടിയിട്ടാനെ, കയറിലാണ് കെട്ടിയിട്ടിരിക്കണേ. അല്ലാഹു അല, നിങ്ങൾ ചിന്തിക്കുക സഹോദര. ഇത് ചോദിക്കുമ്പോൾ കമ്മിറ്റിക്കാർ പറയും, ഉസ്താദെ പള്ളിയുടെ സ്വത്തല്ലേ, പിന്നെ പള്ളിയുടെ എന്തൊക്കെ ഇവിടെ കൊണ്ടുപോകുന്നു. പള്ളി കിടക്കണ മൂത്രപ്പുരയിൽ കിടക്കണ ചെരുപ്പ് അതാ സമുദായത്തിന് തന്നെ നാണക്കേടല്ലേ സഹോദര. ആലിക്ക് അമാനത്തിൻ്റെ വിഷയം, നമ്മുടെ ഗതികേട് നിങ്ങൾ ചിന്തിക്ക്. പള്ളിയിലെ മൂത്രപ്പുരയിൽ കിടക്കണ ചെരുപ്പ് വരെ. അല്ലാഹു അലം, അല്ലാഹു ഹിദായത്ത് നൽകരുമാറകട്ടെ. ആമീൻ പറ ചങ്ങാതി. എടാ, 10 കൊല്ലം മുന്തിരിത്തോട്ടത്തിൽ കിടന്നിട്ട് താഴെ വീണ ഒരു മുന്തിരി പോലും നമ്മുടെ മുൻഗാമികൾ, ഈ അമുസ്ലിമീങ്ങൾ ആരെങ്കിലും ഈ പള്ളിയിലെ മൂത്രപ്പുര കയറിയ നമ്മുടെ അളക്കണ എങ്ങനെ നരച്ചിക്ക് ആ ചെരുപ്പ് പോലും. പിന്നെ കുറ്റം പറയാൻ കഴിയില്ല. ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആദ്യം കിട്ടുന്നത് കാലിയിട്ടുകൊണ്ട് പോണ കാലമല്ലേ. പറയുമെല്ലാം പറയണമല്ലോ. എടാ, നിസ്കാരം കഴിഞ്ഞ് ഇങ്ങോട്ട് ഹജ്ജ് ഉംറയൊക്കെ ചെയ്ത പ്രതിഫലം വാങ്ങാ, വെള്ളിയിലോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നോക്കുക. സ്വന്തം ചെരുപ്പിടുമ്പോൾ അറിയാറില്ലേ ഗതി. നിങ്ങൾ അലിക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നവർ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മുബാറക് എന്ന് പറയുന്ന അടിമയുടെ മറുപടി കേട്ടിട്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടുക. തൻ്റെ വീടിൻ്റെ അകത്തേക്ക് കയറി ചെന്നിട്ട് സുന്ദരിയായ മകളെ ഇങ്ങ് വിളിച്ചു, മോളെ ഇങ്ങ് വാ മോളെ, വാപ്പ നിനക്കൊരു പുതിയാപ്പളയെ കണ്ടെത്തി. വാപ്പ ഒരു പുതിയാപ്പളയെ കണ്ടെത്തി. മോള് ചോദിച്ചു, ആരാ വാപ്പ? സുന്ദരിയായ പണക്കാരൻ്റെ മകള് ചോദിക്കുക, ആരാ ഉപ്പ? നമ്മുടെ തോട്ടത്തിൽ ജോലി ചെയ്യണം മുബാറക് ഉണ്ടല്ലോ, ഓനാ പുതിയാപ്പള. അതെന്തേ വാപ്പ എന്തേ മുബാറക്കിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? മോക്ക് ചോദിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. അവിടെ നിന്ന് ചോദിച്ചു, എന്തേപ്പാ നമ്മുടെ തോട്ടത്തിലും? മോളെ, അവനെക്കാളും ഒരു നല്ല ഒരുത്തനെ മരിക്കണ കാലം വരെ തിരഞ്ഞാലും എനിക്ക് കിട്ടൂല. ഞാൻ മരിക്കണ കാലം വരെ തിരഞ്ഞാലും ഓനെ പോലെ ഒരു നല്ല ഒരുത്തനെ തിരഞ്ഞെടുക്കാൻ ഉപ്പായ്ക്ക് പറ്റൂല. മോള് ചോദിച്ചു, വാപ്പായ്ക്ക് ഇഷ്ടമാണോ? ഇഷ്ടമായെങ്കിൽ എനിക്കും ഇഷ്ടം വാപ്പാ. അതാ മക്കള്. വാപ്പായ്ക്ക് ഇഷ്ടമാണോ? എനിക്കെൻ്റെ ഇഷ്ടമാ, എൻ്റെ ഉപ്പാട് ഇഷ്ടമാണ്. എനിക്ക് കല്യാണം നടത്തി കൊടുത്തു. ആ മുബാറക് എന്ന് പറയുന്ന അടിമയുടെ മകൻ്റെ പേരെന്തെന്നറിയോ? ആ മനുഷ്യൻ്റെ മകനാണ് മഹാനായ അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു. ലോകമറിയുന്ന പണ്ഡിതൻ ആ മനുഷ്യൻ്റെ മകനായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. മോനെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ദുആ ചെയ്യുന്നവന് സ്വർഗമുണ്ട്. ഒരു ദുആ ചെയ്യുന്നവന് സ്വർഗമുണ്ട്. ഏത് ദുആ? ആർക്ക് വേണമെങ്കിലും ചെയ്യാം. റബ്ബനാ ഹബ് ലനാ
മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. പെണ്ണ് കെട്ടിയവർക്കും കെട്ടാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ദുആയാണ്. അല്ലാഹുവേ, എന്താണ് ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ. അല്ലാഹുവേ, എനിക്ക് കണ്ണിന് കുളിർമയുള്ള സ്വാലിഹത്തായ നിന്നെ പേടിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യ എനിക്ക് തരണേ തമ്പുരാന്. പെണ്ണുങ്ങൾ ദുആ ചെയ്യുന്നു, എനിക്കൊരു ഭർത്താവിനെ തരണേ തമ്പുരാന്. എന്നിട്ട് പറയുകയാ, ഖുറത അയ്യുനിന്, പടച്ചവര് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സാലിഹായ സന്താനങ്ങളെ ഞങ്ങൾക്ക് തരണേ അല്ലാ. എന്നിട്ട് മൂന്നാമത് പറയുകയാ, ലിൽ മുത്തഖീന ഇമാമാ. എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും മാതൃകയാകുന്ന, എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള പടച്ചവനെ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും മാതൃകയാകുന്ന ഒരു വാപ്പയാക്കണേ തമ്പുരാന്. എൻ്റെ പ്രിയമുള്ളവരെ, മാതാപിതാക്കൾ ആദ്യം നന്നാകൂ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, പെൺമക്കളെ വളർത്തേണ്ടത് ആൺമക്കളെ വളർത്തുന്നത് പോലെയല്ല. അവരെ പ്രത്യേകമായിട്ട് നിങ്ങളൊന്ന് പരിഗണിക്കൂ. അവർക്ക് അല്ലാഹ് ആരാണെന്ന് പറഞ്ഞു കൊടുക്കൂ. അത് പള്ളിയിലെ ഖതീബിന്റെ ജോലിയല്ല, മദ്രസയിലെ ഉസ്താദന്മാരുടെ പണിയല്ല. ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നിനക്കാണ്. അല്ലാഹ് ആരാണ്, മുത്തുനബി ആരാണ്, പരിശുദ്ധമായ ദീൻ എന്താണ്, പടച്ചവനെ നിന്റെ മക്കൾക്ക് ഇങ്ങനെ ഓരോന്നായി പഠിപ്പിച്ചു കൊടുക്കൂ. ലജ്ജ എന്താണെന്ന് പറഞ്ഞു കൊടുക്കൂ മുസ്ലിമേ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ പൊന്നാര മകൾക്ക് ലജ്ജ എന്താണെന്ന് പറഞ്ഞു കൊടുക്കൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പെൺകുട്ടികളുടെ വസ്ത്രധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ പെൺമക്കളുടെ നടത്തം കണ്ടിട്ടുണ്ടോ? അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സ്വഭാവങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, സങ്കടം തോന്നുകയാണ്. വാപ്പാ, മക്കള് ചോദിക്കുമ്പോ തന്റെ പൊന്നാര മകള് തലമറയ്ക്കാതെ നടക്കുന്നുണ്ട്. തിരുത്തി കൊടുക്കാൻ നിനക്ക് കഴിയുന്നില്ല. പൊന്നാര മക്കൾ ഇറങ്ങിയ വസ്ത്രം ധരിച്ചു, ശരീരത്തിന്റെ ഭാഗങ്ങൾ പുറത്ത് കാണിച്ചു കൊണ്ട് നടക്കുന്നുണ്ട്. തിരുത്താൻ നിനക്ക് സമയമില്ല. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ടവര്, ഏറ്റവും നശിച്ചവര് 3 വിഭാഗമാണ്. അല്ലാഹു അവരോട് കരുണ കാണിക്കില്ല, അവരുടെ മുഖത്ത് നോക്കാറില്ല, അവരോട് സംസാരിക്കില്ല, അവരോട് ഒരു പരിഗണനയും അല്ലാഹു കാണിക്കില്ല. മുത്തുനബി എവിടെന്ന് പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആരാണ് നബിയേ, ആരാണ് നബിയേ? 3 വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗമാരെന്നറിയുമോ? തന്റെ ഭാര്യയും തന്റെ പെൺമക്കളും അതാ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ആ തെറ്റിനെ നിസാരമായി തള്ളിക്കളയുന്ന വാപ്പാ, നിന്നെ അല്ലാഹു വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ വിചാരിച്ചോ ഒറ്റയ്ക്ക് അങ്ങ് പോകാന്ന്? ഇത്തഖുല്ലാഹ ഫിൻ നിസാ, റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം അല്ലാഹുവിനെ. അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. നാളെ നീ നിസ്കരിച്ചതിനെ കുറിച്ച് മാത്രമല്ല, നിന്റെ ഭാര്യയെയും മക്കളെയും കുറിച്ച് നാളെ അല്ലാഹു നിന്നോട് വിചാരണ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, പള്ളിയിലെ പ്രസിഡന്റാ, സെക്രട്ടറിയാ, ഹജ്ജിന് പോയ ഹാജിയാരാ, നിസ്കാര തഴമ്പുണ്ട്, താടിക്ക് മുട്ടുവരെ നീളമുണ്ട്, ജുബ്ബയും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കണം വലിയ മഹാന. കൂടെ പോണ മോളങ്ങൾ കണ്ടിട്ടുണ്ടാ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു അലം. എഴുന്നള്ളത്തിന് വരണ ആനയെ കൊണ്ടുപോണ പോലെ. അല്ലാഹുവേ, ഹാജിയാരുടെ താടിയുടെ നീളവോ, ഹാജിയാരെ കാണുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ബഹുമാനിക്കും. എടാ, സ്വന്തം പെണ്ണും പിള്ളയും മക്കളെ നടക്കണ കോലം കണ്ടിട്ടുണ്ടാ? ഈ കരിക്കണ താത്താമാര് കടയിൽ പോയിട്ട് ഫർദ വാങ്ങും, കടയിൽ പോയി ഫർദ വാങ്ങും. എന്നിട്ട് നേരെ കടയിൽ പോയി ഫർദ വാങ്ങുമ്പോൾ നല്ല ഇട്ട് നോക്കുണ്ടോ, കൊള്ളാം. എന്നിട്ട് നേരെ തയ്യക്കടക്കാരൻ്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് പറയും, ഇന്ന് ടൈറ്റാക്കി തരാൻ. കൊണ്ടുപോയിട്ട് പറയാ, ഇതൊന്ന് ടൈറ്റാക്കാൻ. എന്തേ? ടൗണിൽ ഇറങ്ങുമ്പോൾ എൻ്റെ ജിമ്മിന് പോണ താത്ത എൻ്റെ മസിൽ നാട്ടുകാർ മുഴുവനും കാണണം. അതുണ്ട്, നാട്ടുകാർ മുഴുവനും കാണണം. എൻ്റെ എല്ലാ മസിലും അവിടെ ഇവിടെ ചാടിക്കിടക്കണം, അതിനല്ലേ ടൈറ്റാക്കണേ. ഹാജിയാരുടെ പുറകിൽ ഇങ്ങനെ വരിക, ഇങ്ങനെ അങ്ങോട്ട് വരിക. ആ ഹാജിയാർക്ക് സ്വന്തം പെണ്ണുമ്പോളെ നോക്കാൻ സമയമില്ല.
എടാ പെണ്ണുമ്പുള്ളതോ തലേ തുണിയില്ല, സർവ്വതും കാണിച്ച് വെളിയിൽ നടക്കുന്നു. മക്കളതോ തലേ തുണിയില്ല, അങ്ങനെ നടക്കാം. അപ്പോഴാ പള്ളിയിലെ ഫാത്തിഹ, ഉസ്താദിന്റെ ഹത്തീബിന്റെ ഫാത്തിഹയുടെ തെറ്റ് കണ്ടുപിടിക്കാൻ നടക്കണം വാപ്പ. അപ്പോഴാ സ്വന്തം പെണ്ണുമ്പുള്ളയെ നേരെയാക്കാൻ വയ്യ, സ്വന്തം മക്കളെ. നീ വിചാരിച്ചു അള്ളാഹു നിന്നോട് പറഞ്ഞത് നീ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോടാന്നല്ല വാപ്പ, നീ ഒറ്റയ്ക്കങ്ങ് പോകാനല്ല അല്ല പറഞ്ഞത്. എടാ സ്വന്തം കാര്യം നോക്കി നടക്കാനല്ല. നീ പോകുമ്പോ പെണ്ണുമ്പിള്ളയും മക്കളെയും കൂടെ കൊണ്ടുപോയി ചങ്ങാതി സ്വർഗത്തിൽ പോകുമ്പോ. അതല്ലേ അല്ല പറഞ്ഞത്. നിങ്ങളുടെ സ്വന്തം പെണ്ണുമ്പിള്ളയെ മക്കളെ നോക്കാൻ നടക്കാ. ഏത് പൊട്ടനെ അറിയാത്തത്? വീട്ടിൽ കയറി ചെല്ലുമ്പോ സിനിമ കാണാവോ, സീരിയൽ കാണാവോ, അനുമതിയാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? ഇല്ല. ഏത് വണ്ടി തന്നെ എടുക്കാൻ വേണമെങ്കിലും നിങ്ങൾ പൊക്കോ. ഈ സിനിമ കാണുന്നതും സീരിയൽ കാണുന്നതും ഒന്ന് ജായിസെങ്കിലാക്കാൻ പറ്റുമോ? പറ്റൂല. വീട്ടിൽ ഉണ്ട്, TV ഉണ്ട്. ഉസ്താദ് ബർക്കത്തിന് അൽഹംദുലില്ലാ. ഞാൻ അസറിന് പള്ളി വന്ന ഹദ്ദാദ് ഓതിയിട്ട് ഖത്തീബിന്റെ കയ്യിൽ പിടിച്ചിട്ട് സലാം പറഞ്ഞിട്ടാ പോണേ. ഓ അല്ലാഹു എത്ര നല്ല മനുഷ്യൻ. നേരെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ ഇരിപ്പുണ്ട് ആമീന TV-യുടെ ഫ്രണ്ടിൽ ചന്ദ്രമഴയും കണ്ടുകൊണ്ട്. കൂടെ പോയിരിക്കാം. ഫോൻ അവളെ നന്നാക്കാൻ വയ്യ. സ്വന്തം പെണ്ണുമ്പോൾ അവിടെ ഇരിപ്പുണ്ട്, മക്കൾ അവിടെ ഇരിപ്പുണ്ട്, ഇങ്ങനെ ഇരുന്ന് കണ്ടോണ്ടിരിക്കുക. അവിടെ ചെന്ന പൂച്ചക്കുട്ടി സുബ്ഹാനല്ലാഹ് അല്ലാഹ് മിണ്ടാതെ പോയി കിടക്ക. അല്ല നിങ്ങളെ വെറുതെ വിടുവോ ചങ്ങാതി? റബ്ബ് നിന്നെ വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉള്ളത് പറയുമ്പോൾ പിടിക്കൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഇതിന്റെ സത്യം, ഇതാണ് ഇതിന്റെ സത്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വല്ലാതെ സൂക്ഷ്മത. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, അല്ല നിന്നോട് ചോദിക്കും. അല്ലാഹുവേ പടച്ചവൻ, എന്നത്തെ പെൺകുട്ടികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി, ഏത് പെണ്ണിനാ അറിയാത്ത? ഏത് പെണ്ണിനാ? എടാ ഒരു അന്യ പെണ്ണ് അന്യ പുരുഷനോട് സലാം പറയാൻ പാടുണ്ടോ? പാടില്ല. ഒരു അന്യ പെണ്ണ് സലാം പറയാൻ പാടില്ല. എടാ മയ്യത്ത് കാണാൻ പറ്റുമോ? ബാക്കി എല്ലാം പോട്ടെ. ഒരു അന്യ പെണ്ണ് മരിച്ചാൽ ഒരാണിന് കാണാൻ പറ്റുമോ? ഒരു അന്യ പെണ്ണിൻ്റെ മയ്യത്ത് അന്യപുരുഷൻ കാണരുത്, അന്യപുരുഷൻ്റെ മയ്യത്ത് അന്യ പെണ്ണ് കാണാൻ പാടില്ല. ഇന്ന് മരിച്ച വീട്ടിൽ പോയി നോക്കിക്കേ, മരിച്ച വീട്ടിൽ പോയി നോക്കടാ. പെണ്ണുമ്പിള്ളാരുടെ തൻ്റെ ഭാര്യയെ കുളിപ്പിച്ച് കിടത്തിയിരിക്കുക, ഭർത്താവ് ഇങ്ങനെ തലഭാഗത്ത് നിൽക്കും, ഇങ്ങനെ നിൽക്കുക. ആൾക്കാർ വരുമ്പോൾ പൊക്കി കാണിക്കുക, കണ്ടോടാ എൻ്റെ പെണ്ണുമ്പിള്ളയെ കണ്ടോ, എൻ്റെ പെണ്ണുമ്പിള്ളയെ കണ്ടോ, ഇങ്ങനെ പൊക്കി കാണിക്കുക. കുളിപ്പിച്ച് കൊണ്ടുവന്ന് കിടത്തിയിരിക്കുക. പൊതിയാൻ പോവാ, ഇനി ആർക്കെങ്കിലും കാണണോ? ഇനി എൻ്റെ പെണ്ണുമ്പിള്ളയെ കൊണ്ട് കുഴിച്ചിടാൻ പോകും, ആർക്കെങ്കിലും കാണണോ? ബാ, വീണ്ടും പൊക്കി കാണിക്കും. പള്ളി കൊണ്ടുവന്ന് നിസ്കാരം, ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. പള്ളി കൊണ്ടുവന്ന് നിസ്കാരം കഴിഞ്ഞ് കബറിൽ ഇറക്കി വെച്ചിട്ട് ചോദിക്കും, ഇനി ആർക്കെങ്കിലും കാണണമെന്ന്. കുഴിച്ചിടാൻ പോവാടാ, ആരിച്ചു വെക്കടാ. സ്വന്തം പെണ്ണുമ്പിള്ളയെ മറ്റുള്ളവന് കാണിച്ചു കൊടുക്കുന്നവൻ. നിങ്ങൾ ആലോചിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരു പെണ്ണ് വയലിൻ്റെ സദസ്സിൽ വന്നിരിക്കുന്നുണ്ട്. താത്ത ഇപ്പോഴും തല തുറന്നിട്ടിരിക്കുക. താത്തായ്ക്ക് അറിയാം, താത്തായുടെ മൊബൈലിൽ വയല്, നരകം, കബറ്, പരലോകം, മത്സര. അല്ലോ പടച്ചോൻ, എന്താ വയലെന്നറിയോ? താത്തായുടെ മുടി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട് ഇപ്പോഴും. ഒരു പെണ്ണിൻ്റെ ഒരു തലമുടി താഴെ കിടന്നാ ഉള്ള ശിക്ഷ എന്താ എന്നാലോചിക്കേ. ഏത് താത്തായ്ക്ക് ഇത് അറിയാത്തത്? എല്ലാവർക്കും അറിയാം ഇതൊക്കെ പാപമാ. ഒരു രോമം. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, നിങ്ങൾ ആലിക്കണം. ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ, പണ്ടത്തെ പെണ്ണുങ്ങൾ ഉസ്താദന്മാരെ കണ്ടാൽ തലേ തുണിയിടും, എന്നിട്ട് വീടിൻ്റെ അകത്ത് പോയി ഒളിച്ചിരിക്കും, ജനലിൽ കൂടെ ഒക്കെ പതുങ്ങി നോക്കും. അതാ ഉസ്താദ് വീട്ടിൽ വരണ്ട, റോഡേ പോയാൽ മതി. ഉസ്താദന്മാർ വീടിൻ്റെ പരിസരത്ത് കൂടെ പോയാൽ തലേ തുണിയിട്ട് പതുങ്ങും. ഇന്നെങ്ങാണ് ഉസ്താദ് വന്ന തലേ കിടക്കണ തുണി എടുത്ത് താഴെ ഇട്ടിട്ട് നെഞ്ചും മരിച്ച് ഉസ്താദിൻ്റെ മുന്നിൽ വന്ന് നിൽക്കും. ഇന്നത്തെ പെണ്ണുങ്ങൾ അരച്ചയ്ക്ക് കാലെവിടെത്തിയെന്ന്. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു സാലിഹത്തായ പെണ്ണ് കരഞ്ഞുകൊണ്ട് കടന്നു വരികയാ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ നബിയേ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യണേ നബിയേ. എനിക്ക് അപസ്മാരത്തിൻ്റെ രോഗമാണ്, എൻ്റെ രോഗം മാറാനൊന്ന് ദുആ ചെയ്യണേ. വല്ലാത്ത വേദനയാണ് നബിയേ, വല്ലാത്ത പ്രയാസമാണ് നബിയേ. മുത്തുനബിയുടെ ചാരത്ത് വന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു, പെണ്ണേ, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും. പക്ഷേ നീ ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ അല്ലാഹു നിനക്ക് സ്വർഗം തരും പെണ്ണ്. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആ പെണ്ണ് പറയുകയാ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണ്ട, എനിക്ക് സ്വർഗം മതി നബിയേ, ഏത് വേദനയും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ ചാരത്ത് നിന്ന് മടങ്ങി പോവുകയാണ്. കുറച്ച് കഴിയുമ്പോ ഇലാ ഹളറത്തി റസൂലില്ലാഹ്
മുത്തുനബിയുടെ ചാരത്തേക്ക് പിന്നെയും ഓടി വരികയാ. യാ റസൂലല്ലാഹ്, എനിക്ക് ദുആ ചെയ്യണേ നബിയേ, എനിക്ക് ദുആ ചെയ്യണേ നബിയേ. രോഗം മാറാനല്ല, രോഗം മാറാനല്ല നബിയേ. ഈ അപസ്മാരമെന്ന് പറയുന്ന രോഗം എപ്പോൾ എവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. ഈ രോഗം വന്ന് ഞാനങ്ങ് ബോധം കെട്ട് പിടഞ്ഞു വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവാകുന്നു നബിയേ. ആ പെണ്ണ് പറയാ, അപസ്മാരം എന്ന് പറയുന്ന വായിലൂടെ പതയൊക്കെ വരും, കൈകാലുകളിട്ട് ഇങ്ങനെ അടിക്കും. അപ്പോഴാ ഇരുമ്പൊക്കെ എടുത്ത് കൈവച്ചു കൊടുക്കുക. ഈ രോഗം ഞാൻ ആണുങ്ങളുടെ ഇടയിലൊക്കെ വെച്ച് എവിടെ വെച്ചാ വരണമെന്നറിയില്ല. ഈ രോഗം വന്നിട്ട് ഞാൻ താഴെ വീഴുമ്പോ ഞാൻ അങ്ങനെ കിടന്ന് പിടയുന്ന സമയത്ത് എൻ്റെ ഔറത്ത് വെളിവാകുന്ന നബിയെ. എനിക്കാണെങ്കിൽ തിരിച്ച് പിടിച്ചിടാൻ കഴിയുന്നില്ല. അന്യ പുരുഷന്മാർ എൻ്റെ ഔറത്ത് കാണുന്നു, അതെനിക്കിഷ്ടമല്ല നബിയെ. അതുകൊണ്ട് ആ രോഗം വന്ന് വീടുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ സംരക്ഷണം, എൻ്റെ ഔറത്ത് തുറക്കാതെ ഇരിക്കാൻ ഒന്ന് ദുആ ചെയ്യണേ നബിയെ. മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് ഒരു സാലിഹത്തായ പെണ്ണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്ന് ചരിത്രം പറയുന്നു. ഇന്നത്തത് കടയിൽ പോയി ഫർദയും വാങ്ങിച്ചിട്ട് അതിന് ടൈറ്റാക്കിയിട്ട് കാണാൻ പറ്റുന്നത് മുഴുവനും വെളിയിൽ കാണിക്കുന്ന പെണ്ണുങ്ങളുടെ കാലം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാനോടും ഉമ്മാനോടും, നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്തു മക്കൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അത് ഇട്ടിട്ട് ആദ്യം നീ നിൻ്റെ മുന്നിലൊന്ന് നിർത്തി നോക്ക്, നിൻ്റെ പൊന്നുമോളുടെ ശരീരം കാണാം. ആദ്യം നീ ഒന്ന് നിർത്തി നോക്ക്, എന്നിട്ട് വേണം നീ നാട്ടുകാരുടെ മുന്നിലേക്ക് ഇറക്കിവിടാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, പെൺമക്കളെ വളർത്തുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം വളർത്താൻ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ മക്കളെ വളർത്തുമ്പോൾ വളരെ സൂക്ഷ്മത പുലർത്തണം. മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിൻ്റെ അകത്ത് മക്കൾ കയറണമെങ്കിൽ അനുവാദം ചോദിക്കാതെ കയറാൻ പാടില്ലെന്നുള്ള എൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിൽ കയറണമെങ്കിൽ മക്കൾ അനുവാദം ചോദിക്കണം. ഏതു മക്കൾ? 25, 20, 18, 15, 10 വയസ്സുള്ള മക്കളല്ല, പ്രായപൂർത്തിയാകാത്ത മക്കൾ. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. അപ്പം 7 വയസ്സിന് താഴെ പ്രായമുള്ള ആൺമക്കളും പെൺമക്കളും 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിൽ കയറണമെങ്കിൽ വാതിലിൽ തട്ടിയിട്ട് അനുവാദം ചോദിച്ചിട്ടേ കയറാൻ പാടുള്ളൂ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എടാ, പ്രായപൂർത്തിയാകാത്ത 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് വാപ്പാൻ്റെ ഉമ്മാൻ്റെയും ബെഡ്റൂമിൻ്റെ വാതിലിൽ തട്ടിക്കിട്ടേ കയറാൻ പാടുള്ളൂ. ആ 3 സമയങ്ങൾ, ഒന്ന് വെളുപ്പാങ്കാലം, ഖുർആൻ പറയുന്നു സുബഹിക്ക് മുമ്പുള്ള സമയം, ആ വെളുപ്പാങ്കാല സമയം. 2 ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് നട്ടുച്ച സമയം, ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മൾ റൂമിൽ കയറി കിടക്കുന്ന സമയം. 3 രാത്രിയിൽ. ഈ 3 സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ ബെഡ്റൂമിൻ്റെ അകത്ത് മക്കൾ കയറാൻ പാടില്ല, അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. എന്തുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക സഹോദര. വെളുപ്പാങ്കാലത്ത് നല്ല ഉറക്കമാ, ഏറ്റവും കൂടുതൽ ഉറങ്ങാൻ സുഖമുള്ള സമയം. ആ സുബഹിന്റെ ബാങ്ക് വിളിക്കണം 4 മണി 5 മണി സമയം, വല്ലാത്ത ഉറക്കം, ബോധമില്ലാതെ ഉറങ്ങുന്ന സമയം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആണുങ്ങളൊക്കെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു കൈലി ഉടുക്കും. നമ്മളൊക്കെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ലുങ്കി ഉടുത്തിട്ട് നല്ലപോലെ കിടന്നുറങ്ങും. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആദ്യം തിരയണതല്ല, ഞാനൊരു കൈലി ഉടുത്തിട്ടുണ്ടായിരുന്നു വടച്ചനെ എവിടെയെന്നാ അല്ലേ. നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുള്ള കട്ടിൽ മുഴുവനും തിരയ, എൻ്റെ മുണ്ടവിടെ, അള്ളതോ കിടക്കണ താഴെ, പടച്ചനെ ഇവിടെ കിടക്ക, അല്ല എടുത്തിടാ. താത്താമാരിടുന്ന മാക്സിയുടെ കഥ ഞാൻ പറയണില്ല, നിങ്ങൾ ആലോചിക്ക്. എടാ, 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് ഉമ്മാടെയും ബാപ്പാടെയും ബെഡ്റൂമിലെങ്ങാനും ചോദിക്കാതെ കയറി വന്നാൽ കോവളം ബീച്ച് ഓർമ്മ വരും. അതുപോലെ കിടക്കുക, ആലോചിക്ക്. അതുകൊണ്ടാ ഖുർആൻ. നിങ്ങൾ ആലോചിക്ക്, നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല, നിങ്ങൾ ആലോചിക്ക്. സ്വന്തം ഉമ്മാടെ ഔറത്ത് കണ്ട ഏതെങ്കിലും ഒരു മകൻ എന്തെങ്കിലും തോന്നുമോപ്പാ? സ്വന്തം ഉമ്മാടെ ഔറത്ത് കണ്ട ഏതെങ്കിലും ഒരു മകൻ എന്തെങ്കിലും തോന്നുമോ? നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. 7 വയസ്സല്ല 70 വയസ്സുള്ളവന് തോന്നുമോ? എടാ, 10-60 വയസ്സുള്ള ഒരാൾക്ക് സ്വന്തം ഉമ്മാടെ ഔറത്ത് കണ്ട എന്തെങ്കിലും തോന്നുമോ? ഏതെങ്കിലും ഒരു 35 വയസ്സുള്ള പെണ്ണിന് സ്വന്തം വാപ്പാടെ ഔറത്ത് കണ്ട എന്തെങ്കിലും തോന്നുമോ? ഒന്നും തോന്നില്ല. എന്നിട്ട് അള്ളാഹ് പറഞ്ഞത് കാണണ്ടെന്നാ. സ്വന്തം മക്കളുടെ, സ്വന്തം മാതാപിതാക്കളുടെ ഔറത്താണെങ്കിലും മക്കൾ കാണണ്ട. ഇന്ന് പെണ്ണ് പാല് കൊടുക്കുന്നത് മൂത്തവൻ്റെ മുമ്പിൽ വെച്ച് ഇളയവർ പാല് കൊടുക്കും. ഇങ്ങനെയാ.
വീട്ടിൽ ആരുമില്ല, ഉമ്മായും കുഞ്ഞും മാത്രമേ ഉള്ളൂ. വീടിൻ്റെ കുറ്റി ഇട്ടിട്ട് ബാത്റൂം തുറന്ന് പാട്ടും പാടിയിട്ട് ഉമ്മ അകത്ത് കയറി തുണിയില്ലാതെ കുളിക്കുന്നു, മക്കൾ കണ്ടുകൊണ്ട് ലൈവായിട്ട് അടക്കാം. അടുത്തൊരു സഹോദരൻ്റെ ഒരു പെണ്ണ് കുഞ്ഞുങ്ങളിപ്പോൾ മൊബൈൽ എടുത്ത് ആദ്യം വീഡിയോ ഓണാക്കണേ. ഉമ്മ ഇങ്ങനെ മൊബൈൽ തപ്പുമ്പോൾ ഉമ്മ ബാത്റൂമിൽ നിന്ന് കുളിക്കണം വീഡിയോ വരെ കുഞ്ഞെടുത്ത് വെച്ചിരിക്കുക. കാലെവിടെ പോയി നിൽക്കണം സഹോദരങ്ങളെ? എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം ഉമ്മയുടെ ഔറത്ത് പോലും മക്കൾ കാണാൻ പാടില്ല എന്ന് അള്ളാൻ്റെ ഖുർആൻ. അത്രയും സൂക്ഷ്മത പുലർത്തണം. മാതാപിതാക്കളുടെ ഔറത്താണെങ്കിൽ പോലും മക്കള് കാണാൻ പാടില്ല. നിങ്ങൾ അത്രയും സൂക്ഷ്മത പുലർത്തണമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ ഇന്ന് ഇംഗ്ലീഷ് പടം കാണുന്നത് ഒരുമിച്ചിരുന്ന കുടുംബസമേത ആരൊക്കെ? എടാ, ഇന്ന് ഏത് സിനിമ എടുത്താലും സെക്സാ. അതാണല്ലോ പടച്ചോനെ. വാപ്പായും ഉമ്മായും മക്കളും കൂടെ ഇരുന്നുകൊണ്ട് കാണുക, അരപ്പാവാടയിട്ട് ആടുന്ന പെണ്ണിൻ്റെ ആട്ടം കുടുംബസമേതം ഇരുന്ന് കാണാൻ. നിങ്ങൾ ആലോചിക്കേ, ഇതാ കുടുംബം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങനെ വേണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തുമ്പോൾ വളരെ സൂക്ഷ്മത പുലർത്ത്. ആ മക്കളെ വളർത്തേണ്ട രീതിയിൽ അദബും മര്യാദയും എങ്ങനെ വളർത്തണം, അതിന് നീ സിനിമയും സീരിയലൊന്നും കാണണ്ട. നമ്മുടെയൊക്കെ നേതാവ് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമ്മയില്ലാത്ത ഫാത്തിമ എന്ന് പറയുന്ന ഒരു മകളെ വളർത്തി കാണിച്ചു തന്നിട്ടുണ്ട്. പോയി കണ്ടുപടി. ഫാത്തിമ എന്ന് പറയുന്ന തൻ്റെ പൊന്നാര മകളെ മുത്തി നബിയല്ലേ വളർത്തിയത്. ആ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ എങ്ങനെ വളർത്തണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ വളർത്തി കാണിച്ചു തന്നിട്ടുണ്ട് ലോകത്തിൻ്റെ നേതാവ്. ആ വളർത്തി കാണിച്ചത് എങ്ങനെയാണെന്ന് ചരിത്രം വായിച്ചു പഠിക്ക്, എന്നിട്ട് മക്കളെ വളർത്ത്. അങ്ങനെ വളർത്തിയാൽ നിനക്ക് അള്ളാഹു സ്വർഗം തരൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെ വളർത്തിയാ നിന്റെ മക്കൾ ഒരുത്തൻ്റെ കൂടെയും പോകില്ല. നീ പറയുന്നതിനപ്പുറം അനങ്ങൂല. നിന്നെ പൊന്നുപോലെ നോക്കുന്ന മക്കൾ അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ, സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ അള്ളാഹു ആക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കളെ വളർത്തേണ്ട രീതിയിൽ നിങ്ങൾ വളർത്ത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അപ്പോൾ പെൺമക്കൾ ഇങ്ങനെ വളർന്നു. 10-18 വയസ്സായി മക്കളിങ്ങനെ വളർന്നു. അൽഹംദുലില്ലാഹ്. പ്രായപൂർത്തിയായ വിവാഹം കഴിച്ചു കൊടുക്കണം. ആർക്ക്? ഏതെങ്കിലും ഒരു പൊട്ടൻ്റെ കൈ പിടിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടുമോ? പ്രിയപ്പെട്ടവരെ, പെൺമക്കൾ അവർക്ക് വിവാഹപ്രായമെത്തിയാൽ ആർക്ക് കൊടുക്കണം വിവാഹം കഴിച്ച്? എന്ത് പരിഗണനയാണ് നിങ്ങൾ നൽകേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചു കൊടുത്താൽ പോരാ. ദീനെങ്ങനെ ആരെങ്കിലും നിർബന്ധിച്ച് പെണ്ണിന് അനുവാദമില്ലാതെ കെട്ടിച്ചു കൊടുക്കാനല്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ പറഞ്ഞു, നീ നിന്റെ മകളെ കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നീ 4 കാര്യങ്ങൾ പരിഗണിക്ക്. ആ പെണ്ണിന് കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ആ പയ്യന് സമ്പത്തുണ്ടോ എന്ന് നീ നോക്കണം, അവന് സൗന്ദര്യമുണ്ടോ എന്ന് നോക്കണം, കുടുംബ മഹിമ നോക്കണം, ദീൻ നോക്കണം. 4 കാര്യം നീ പരിഗണിക്കണം. മഹാനായി നബിയിന റസൂലുള്ളാഹി ഏതെങ്കിലും ഒരു തൻ്റെ കയ്യിൽ പിടിച്ചു കൊടുക്കലല്ല. നിന്റെ മകളെ കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് പുതിയാപ്പിളയുടെ യോഗ്യത, അവന് സമ്പത്തുണ്ടോ നോക്ക്, അവന് സൗന്ദര്യമുണ്ടോ എന്ന് നോക്ക്, അവന് കുടുംബ മഹിമയുണ്ടോ എന്ന് നോക്ക്, അവന് ദീനുണ്ടോ എന്ന് നോക്ക്. എന്നിട്ട് മുത്തുനബി പറഞ്ഞു, 4 എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന നീ ദീനിന് കൊടുക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദ്യം പരിഗണന കൊടുക്കേണ്ടത് ദീനിനാ. ഇന്ന് അതിനാരും പരിഗണന കൊടുക്കാറില്ല. ഇന്നാരും അള്ളാഹുബെ പടച്ചവനെ പെണ്ണ് കെട്ടുമ്പോൾ എത്ര ഏക്കറുണ്ടെന്നാണ് നോക്കണേ. എറണാകുളം ടൗണിൽ വൈറ്റിലയിൽ വല്ല സൂപ്പർ മാർക്കറ്റും ഉണ്ടോ? ഒക്കെ ഒന്ന് കെട്ടിച്ചതാണെങ്കിലും ഒന്ന് പോയതാണെങ്കിലും കുഴപ്പമില്ല, കള്ളുകുടിയനാണെങ്കിലും കുഴപ്പമില്ല. ആണായാലും പെണ്ണായാലും ഇങ്ങനെ അങ്ങനെ. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, മക്കളെ, സഹോദരിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പണം നോക്കിയിട്ടൊരിക്കലും വിവാഹം കഴിക്കരുത്. പണം നോക്കിയിട്ടൊരിക്കലും വിവാഹം കഴിക്കരുത്. പണം നോക്കി വിവാഹം കഴിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ദാരിദ്ര്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടിയ ദാരിദ്ര്യമുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറല്ല, കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സൗന്ദര്യം നോക്കണം. നിങ്ങൾ സൗന്ദര്യത്തിനേക്കാൾ പരിഗണന ദീനിന് കൊടുക്കണേ എന്ന് മുത്തുനബി എവിടെ നിന്ന് പറയുമ്പോൾ, ഇന്നെല്ലാം സൗന്ദര്യം ഉള്ളതിനെ മാത്രമേ കെട്ടത്തുള്ളൂ, സൗന്ദര്യം ഇല്ലാത്തതിനൊന്നും ആർക്കും വേണ്ടെന്ന്. എല്ലാവർക്കും ഐശ്വര്യറായേക്കാളും വലിയ സാനിയ മിർസയുടെ സൗന്ദര്യം വേണം എല്ലാത്തിനും. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മുടിയൊക്കെ മുകളിലോട്ട് ഇങ്ങനെ ഉണ്ടാകണം. പടച്ചോനെ പറവയെ പോലെ ഇട്ടേക്കുന്ന ആൺകുട്ടികളെ മതി ഇന്ന് പെണ്ണുങ്ങൾക്ക്. പാൻറ് കീറി പറഞ്ഞവനെ മതി, നേരെ ചൊവ്വയിട്ട് നടക്കുന്നതിനൊന്നും വേണ്ട. പടച്ചോൻ അങ്ങനെയുള്ളതിന് മാത്രം ഇന്ന് മതി.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളുടെ സൗന്ദര്യം ഇന്നത്തെ നിങ്ങൾ ആലോചിക്ക്. പണ്ടൊക്കെ പെണ്ണ് കാണാൻ പോകുമ്പോൾ വീട്ടിലെ ഉമ്മയുടെ സഹോദരനോ ആരെങ്കിലും വിളിച്ചോണ്ടോ, മാമാമാരോ അങ്ങനെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോണ്ടാ പണ്ടുള്ള ആൾക്കാരൊക്കെ പെണ്ണ് കാണാൻ പോയേ. ഇന്ന് കുടുംബത്തിൽ നിന്ന് ഒന്നിനും കൊണ്ടുപോകില്ല. ഇന്നത്തെ ചെറുപ്പക്കാർ പെണ്ണ് കാണാൻ പോകുമ്പോൾ 2 മലക്കുകളെ കൊണ്ടുപോകും, 2 കൂട്ടുകാരെ. അളിയാ നാളെ വൈകിട്ട് ഒരു പെണ്ണ് കാണലുണ്ട്, ഓക്കെ. പടച്ചവന് വൈകുന്നേരം സമയമാകുമ്പോൾ ഒരുങ്ങി നിൽക്കുക. ഇതിലെ പുതിയാപ്പളെ ആരാന്നറിയത്തില്ല. കാരണം പെണ്ണ് കെട്ടി 2 മക്കളുള്ളവൻ്റെ ഒരുക്കം കണ്ട അള്ളാഹുവെ, വല്ല ദുൽഖറിനെ പോലെയുള്ള അത്രയും ഷേവൊക്കെ ചെയ്ത് ഇന്നൊക്കെ ചെയ്ത് ഗെറ്റപ്പായിട്ട് നിൽക്കുക. അങ്ങനെ വാഹനത്തിൽ കയറിയിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ പോയി. പെണ്ണിൻ്റെ വാ മക്കളെ വാടാ, എല്ലാത്തിനും വിളിച്ച് വീടിൻ്റെ അകത്ത് കയറ്റി. ആ പുതിയാപ്പള ഇതായില്ലേ, മോളെ വിളിച്ചു വെള്ളം കൊണ്ടുവരാൻ. മോള് ചായ ആയിട്ട് ഇങ്ങനെ വരിക. കൊണ്ടുവന്ന് പുതിയാപ്പള്ളയുടെ മുന്നിൽ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഓനിങ്ങനെ ഒന്ന് നോക്കും. പെണ്ണ് കാണലുണ്ടല്ലോ. അപ്പോൾ ഓനിങ്ങനെ ഈ പെണ്ണിനെ നോക്കും. ഇങ്ങനെ നോക്കിയിട്ട് വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും നോക്കുക. 2 മലക്കളുണ്ടല്ലോ. ഇവർ 2 പേരെ ഇങ്ങനെ നോക്കിയിട്ട് കണ്ണുകൊണ്ട് ചോദിക്കും, എങ്ങനെയുണ്ടല്ലിയാ, കൊള്ളാവോന്ന്. അപ്പോൾ ഈ കൊണ്ടുപോയിരിക്കണ 2 പേര് ഈ MRI സ്കാനിങ് എടുക്കണ പോലെ ഈ പെണ്ണിന് ഒരു നോട്ടം, തല മുതൽ കാല് വരെ ഒറ്റ സ്കാനിങ്ങാണ്. 1.5 നോട്ടം നോക്കും. ഇങ്ങനെ നോട്ടിയിട്ട് ഇവന്മാർ 2 പേരും അങ്ങോട്ട് മുഖത്ത് നോക്കിയിട്ട് ഇവനോട് പറയും, കെട്ടിക്കോളിയാ, കൊള്ളാം, കെട്ടിക്കോളാൻ പൊട്ടൻ. അല്ലാഹു ഈ ആലോചിക്കേ, ഇന്നത്തെ പെണ്ണ് കാണലതാ. എടാ കെട്ടുന്നവൻ ഇഷ്ടപ്പെട്ടോ ഇല്ലതാ, കണ്ടവൻ പറയണം കൊള്ളാന്ന്. അങ്ങനെ കിട്ടുക ഇന്നത്തെ കല്യാണം. ഞാൻ ഒരു കാര്യം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദീനില്ലാത്ത സൗന്ദര്യമുള്ളവരെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. കാരണം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സൗന്ദര്യം അവരെ നശിപ്പിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ച് കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കുടുംബ മഹിമ. ദീനൊന്നും വേണ്ട, പുളിയും കൊമ്പ് മാത്രം മതി. അതന്നെ. കെട്ടിയ യൂസുഫ് അലിയുടെ മോളെ തന്നെ കെട്ടണം. അതാലക്കട്ടെ. എങ്ങനെ ചിന്തിക്കുന്നവരുണ്ടല്ലോ വലിയ സമ്പന്നന്മാർ. ഇന്നത്തെ പുതിയ ട്രെൻഡ് ചെറുപ്പക്കാർക്ക് ശരീരം അനങ്ങാതെ മരിക്കണ വരെ ജീവിക്കണം. ജോലിയൊന്നും ചെയ്യാൻ വയ്യ, മരിക്കുന്ന കാലം വരെ സന്തോഷത്തോടെ ജീവിക്കണം. അപ്പം എന്താ വഴി? അതിനാകെ വഴി ഏതെങ്കിലും പണക്കാരുടെ മോളെ വളയ്ക്കുക. അത് തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കണം. അത് തന്നെ. അതിനെ വല്ല പൾസറും വാടകയ്ക്ക് എടുത്തിട്ട് ഇങ്ങനെ നടക്കുക. എടാ കുടുംബ മഹിമ മാത്രം നോക്കരുത്. ദീനില്ലാത്ത വീട്ടിൽ കയറിയിട്ട് പെണ്ണ് കെട്ടരുത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിനക്ക് ആ വീടിൻ്റെ അകത്ത് ഒരു വിലയുണ്ടാകില്ല. അമ്മായിയപ്പനോട് ചോദിക്കും, മരുമോൻ എങ്ങനെയുണ്ട്? ഓ അതൊരു കണക്കടെ, ഇത്ര തന്നെ, നിനക്ക് ഈ വില ഉണ്ടാകത്തുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പക്ഷെ എന്തിന് പരിഗണന കൊടുക്കണം? ദീനിന് പരിഗണന കൊടുക്ക്. സൗന്ദര്യമില്ലെങ്കിലും പണമില്ലെങ്കിലും കുടുംബ മഹിമയില്ലെങ്കിലും ഹൃദയത്തിൽ അള്ള ഉണ്ടടാ, അത് മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പോൾ ചെറുപ്പക്കാരി ചോദിക്കും, ഉസ്താദ് എന്തിനാ ഉസ്താദ് പെണ്ണ് കെട്ടണേ? ഇല്ലേ, എല്ലാ ചെറുപ്പക്കാരുടെയും സംശയം, എന്തിനാ പെണ്ണ് കെട്ടണേ? സന്തോഷത്തോടെ അടിച്ചു പൊളിച്ചിങ്ങനെ നടക്കാം, എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ കയറി പോകാം. അടിച്ചു പൊളിച്ചിങ്ങനെ എല്ലാവരും നടക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാ പെണ്ണ് കെട്ടണേ? മോനെ അള്ള പറഞ്ഞ് എന്തെന്നറിയോ? പെണ്ണ് കെട്ടിയാൽ സമാധാനം കിട്ടുമെന്ന് അള്ള പറഞ്ഞു. അള്ളാൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയാ, പെണ്ണ് കെട്ടിയാൽ സമാധാനം കിട്ടുമെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, ഉറക്കപ്പള്ള ഈമാൻ തരുമാറാകട്ടെ. എന്തിനാ എന്നെ നോക്കി ചിരിക്കണേ? അള്ളാൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു പെണ്ണ് കെട്ടിയാൽ സമാധാനം കിട്ടുമെന്ന്. ചിരിക്കുന്നവൻ പറയാ, ഉസ്താദെ ഞാൻ പെണ്ണ് കെട്ടിയതോടുകൂടിയാണ് എൻ്റെ സമാധാനം പോയെന്ന്. അതാ എൻ്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ചോദിക്കുന്ന, ഉസ്താദെ എന്താ പെണ്ണ് കെട്ടിയ ആദം നബി അലൈഹിസ്സലാമിന് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്ന് അല്ലേ? അല്ലേ പറ, അല്ലേ? സ്വർഗത്തിൽ ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോകാം. അള്ള നോക്കുമ്പോൾ വലിയ സന്തോഷമൊന്നും കാണുന്നില്ല ആദം നബിയുടെ മുഖത്ത്. എന്തേ ആദവേ, സ്വർഗത്തിൽ നടന്നിട്ട് നിനക്കൊരു സന്തോഷം ഇല്ലാത്ത? ഇല്ലല്ല, സുഖമില്ല. അള്ളാണ് എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. സ്വർഗത്തിൽ കടന്നിട്ട് പറയാ, ആദം നബി അള്ളാഹിനോട് പറയാ, പടച്ചോനെ സ്വർഗത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നിട്ട് സുഖമില്ല, കൂടെ നടക്കാൻ ഒരാളെ കൂടെ കിട്ടിയിരുന്നെങ്കിൽ. എന്താ പെണ്ണ് കെട്ടാത്തവന്മാരെ കേട്ടോണം. ആദം നബി അള്ളാഹിനോട് സ്വർഗത്തിൽ നടന്നിട്ട് പറയാ, സ്വർഗത്തിലൂടെ നടക്കുന്ന ആദം നബി, സ്വർഗം എന്താടാ? അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മനോഹരമായ സ്വർഗം. 33 വയസ്സ് എല്ലാവർക്കും യൂസുഫ് നബിയുടെ സൗന്ദര്യം. അവിടെ ജോലിയില്ല, കഷ്ടപ്പാടില്ല, നിസ്കാരമില്ല, നോമ്പില്ല, വയലില്ല, സദക്കയില്ല, കള്ളു കുടിക്കണോ, പെണ്ണ് പിടിക്കണോ, എന്ത് വേണമെങ്കിലും ചെയ്യാം, അടിച്ചു പൊളിക്കാൻ സ്വർഗം. ആ സ്വർഗത്തിലൂടെ നടക്കുന്ന ആദം നബിയുടെ അള്ള വെച്ച് നീക്ക് എന്താ കുഴപ്പമെന്നല്ല
ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല അല്ലാ, കൂട്ടത്തിൽ ഒരാളെ കൂടെ കിട്ടിയിരുന്നെങ്കിൽ അപ്പം ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹ ഹാപ്പിയായി. ആദം നബിക്ക് ഹവ്വാ ബീവിയെ കൊടുത്തപ്പോഴാ സ്വർഗത്തിൽ ഇരുന്നിട്ട് പോലും സന്തോഷം കിട്ടിയത് എന്ന് ചരിത്രം പറയുന്നു. അപ്പോൾ പെണ്ണ് കെട്ടിയാലേ മക്കളെ സന്തോഷം കിട്ടത്തുള്ളൂ. അപ്പം നീ ചോദിക്കൂ ഉസ്താദേ, ഖുർആൻ പറയുന്നു പെണ്ണ് കെട്ടിയാൽ സമാധാനം കിട്ടും, എനിക്കാണെങ്കിൽ അതില്ല. അത് നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കുന്നത് കൊണ്ടാണ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ദുനിയാവിലെ ഭാര്യയെ അള്ളാഹു സ്വർഗത്തിലും ഭാര്യയാക്കി തരുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. ജോളി ഓർമ്മയുണ്ടോ? ആമീൻ പറ. ജോളി ഓർമ്മയുണ്ടോ? ആമീൻ പറ. ഇവിടുത്തെ ഭാര്യയെ സ്വർഗത്തിലും വേണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കിക്കേ. ഇതപ്പാ പലരും കൈപൊക്കണില്ല. ഉസ്താദെ ഇവിടെ തന്നെ ഓളെ സഹിക്കാൻ പറ്റണില്ല, ഇവളിന് സ്വർഗത്തിലുണ്ടോ? അല്ലോ, അവിടെ വരുമ്പോൾ അള്ളാഹു മാറ്റിത്തരും സഹോദരങ്ങളെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ദീനിന് പരിഗണന കൊടുക്ക്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെയാ പരിഗണിച്ച്? തൻ്റെ പൊന്നാര മകൾക്ക് 18 വയസ്സ്, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 18 വയസ്സ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അങ്ങനെ വീടുകൾ മുത്തുനബി കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആലോചനകളൊക്കെ കടന്നു വന്നു. ഒരുപാട് സമ്പന്നന്മാർ വന്നു, ഒരാളെയും പരിഗണിച്ചില്ല. ഒരുപാട് വലിയ വലിയ സഹാബത്ത്, ഉമർ തങ്ങൾ ഉൾപ്പെടെ, അബൂബക്കർ തങ്ങൾ ഉൾപ്പെടെ മുത്തുനബിയോട് ചോദിച്ചു, ഫാത്തിമയെ കല്യാണം കഴിച്ചു തരുവാ നബിയെ? ഇല്ല, മുത്തുനബി അനുവദിച്ചില്ല. കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരാൾക്കും അള്ളാഹുവിൻ്റെ റസൂൽ സമ്മതം കൊടുത്തില്ല. പിന്നെ ആരെയാ മുത്തുനബി തിരഞ്ഞെടുത്തത്? മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അലിയാർ തങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അലിയാർ തങ്ങൾക്ക് 21 വയസ്സായി. അലിയാർ തങ്ങൾക്ക്, ഫാത്തിമ ബീവിക്ക് 18 വയസ്സ്, അലിയാർ തങ്ങൾക്ക് 21 വയസ്സ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ചെറുപ്പക്കാർ പറയുന്നു, ഉസ്താദെ ഒന്ന് ഉറക്കപ്പറ വയസ്സ്, എൻ്റെ വാപ്പ ഒന്ന് കേൾക്കട്ടെ എന്ന്. മാറ്റി വെക്കരുത്. ഒന്ന് നിസ്കരിക്കണമെന്ന് തോന്നിയ അപ്പം നിസ്കരിച്ചോണം. നിസ്കരിക്കണമെന്ന് തോന്നിയ അപ്പം തന്നെ നിസ്കരിച്ചു നോക്കണം. പിന്നത്തേക്കോ മാറ്റി വെച്ചാൽ നടക്കോ? സുബഹിക്ക് ബാങ്ക് വിളിച്ചു, അപ്പോഴാ അള്ളാഹ് അരമണിക്കൂറുണ്ടല്ലോ, ഒരു 10 മിനിറ്റും കൂടെ ഉറങ്ങും. പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടാകും, സുബഹി പോയിട്ടും ഉണ്ടാകും. 2 വീട്ടിലാരെങ്കിലും മരിച്ചു, മയ്യത്ത് കൊണ്ടുപോയി പെട്ടെന്ന് കാണിക്കേണ്ടവരെ കാണിച്ചോണം, കൊണ്ടുപോയി ഖബറടക്കണം. വെച്ചുകൊണ്ടിരുന്ന നാറും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3 പെമ്മക്കൾക്ക് പ്രായപൂർത്തിയായി. ആഗ്രഹം, മക്കൾക്കൊക്കെ പ്രായപൂർത്തിയായി, അവർക്ക് വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം വന്നു തുടങ്ങി എന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയത്ത് ബസ് സ്റ്റോപ്പിലും സ്കൂളിൻ്റെ മുന്നിലും ട്യൂട്ടോറിയുടെ മുന്നിലും മക്കൾ ബൈക്കിൽ കറങ്ങാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരിമാരോട് തൻ്റെ പ്രായപൂർത്തിയായ പൊന്നുമോള് ബാത്റൂമിൽ കയറിയിട്ട് മൂളിപ്പാട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അടുത്തായിട്ട് മോളിങ്ങനെ ബാത്റൂമിൽ കയറി പാട്ട് പാടുന്നുണ്ട്, അമിതമായിട്ട് ഒരുങ്ങുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ വീട്ടിലെ മൊബൈലിൽ മിസ് കോൾ വരുന്നുണ്ട്, അലാറം വെക്കാൻ വേണ്ടി രാത്രി ഫോൺ വാങ്ങാറുണ്ട്. ഇങ്ങനെയുള്ള ചില അലാമത്തുകളുണ്ട്. അത് കിതാബിലൊന്നും കാണൂല, അനുഭവങ്ങളിലൂടെ നമ്മൾ കാണുന്നതാണല്ലോ. പതിവില്ലാതെ ഇങ്ങനെയൊക്കെ ചില അനുഭവങ്ങൾ. നിങ്ങളും ചോറൊക്കെ ഈ പ്രായം കഴിഞ്ഞല്ലേ വന്നേ. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കിക്കോണം, മോക്ക് കല്യാണം കഴിക്കാൻ സമയമായെന്ന്. പെട്ടെന്ന് കെട്ടിച്ച് വിട്ടാൽ ഭാഗ്യം ഉണ്ടാകും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അലിയാർ തങ്ങൾക്ക് 21 വയസ്സായി. അലിയാർ തങ്ങൾക്ക് ഫാത്തിമ ബീവിയെ വലിയ ഇഷ്ടമായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പൊന്നാരമകൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. 10ാമത്തെ വയസ്സിൽ മുത്തുനബിയുടെ കൂടെ വന്നത് അലിയാർ തങ്ങൾ. ഇനി ചെറുപ്പക്കാർ പറയും, കേട്ടോടി, അലിയാർ തങ്ങൾ ഫാത്തിമയെ പ്രേമിച്ചാൽ കെട്ടിയെന്ന് പറഞ്ഞേക്കരുത് കേട്ടോ കാമുകിയോട്. അങ്ങനൊന്നുമില്ല. ഫാത്തിമ ബീവിയെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. കാരണം മുത്തുനബിയുടെ മകളായതുകൊണ്ട്. അലിയാർ തങ്ങൾക്ക് ഫാത്തിമ ബീവിയെ വല്ലാത്ത ഇഷ്ടമാ. അങ്ങനെ ഒരിക്കൽ ആരോ പറഞ്ഞു, അലിയെ, ഫാത്തിമ ബീവിയുടെ കല്യാണ ആലോചനയൊക്കെ നടക്കുന്നുണ്ട്, നീ ഇങ്ങനെ നടന്നോ? പടച്ചവനെ, അലിയാർ തങ്ങൾ ഇത് കേട്ടതും അലിയാർ തങ്ങൾ തീരുമാനിച്ചു, പ്രവാചകൻ്റെ മുന്നിൽ പോയിട്ട് ചോദിക്കണം, ഫാത്തിമ ബീവിയെ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ? അങ്ങനെ ചോദിക്കണമെന്ന് കരുതിയിട്ട് അലിയാർ തങ്ങൾ അങ്ങോട്ട് നടക്കാം. ഇതിങ്ങനെ ചിന്തിച്ചോണ്ടാണ് നടന്നത്. പക്ഷെ നേരെ പോയി കയറിയത് മുത്തുനബിയുടെ വീടിൻ്റെ മുന്നിലായിപ്പോയി. അലിയാർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടന്ന് നേരെ പോയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലാണ്. അള്ളാൻ്റെ റസൂൽ ചെന്തേലിയെ ഇപ്പോൾ വന്ന് പേടിച്ചു പോയി, ഒന്നുമില്ല നബിയെ. അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം കണ്ടപ്പോൾ അലിയാർ തങ്ങളുടെ മുട്ടിടിക്കാൻ തുടങ്ങി. എന്തേ അലിയ വന്നേ? ഒന്നുമില്ല നബിയെ. എന്തേ അലിയ നീ വന്നേ? ഒന്നുമില്ല നബിയെ.
പക്ഷെ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം അലിയാർ വന്നത് എന്തിനാ, അലിയാർ തങ്ങൾ വന്നത് എന്തിനാണെന്ന് പ്രവാചകന് നല്ലതുപോലെ അറിയാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, അലിയെ ഫാത്തിമായ കല്യാണം കഴിച്ചൂടെ? എൻ്റെ മോള് ഫാത്തിമായ നീ വിവാഹം കഴിക്കുവോ? സുബ്ഹാനല്ലാഹ്. അലിയാർ തങ്ങളുടെ മനസ്സിലൊരു 10 ലഡു ഒരുമിച്ച് പൊട്ടിയിട്ടുണ്ടാകും, അത്രയ്ക്ക് സന്തോഷം. കാരണം മുത്തുനബിയുടെ പൊന്നുമോളല്ലേ. അലിയാർ തങ്ങൾ ഇങ്ങനെ തലകുലുക്കി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം, മഹർ കൊടുക്കാൻ നിന്റെ കയ്യിൽ എന്തുണ്ട്? വളരെ പ്രസക്തമുള്ള ചോദ്യമാണ്. അലിയാർ തങ്ങളോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, മഹർ കൊടുക്കാൻ നിന്റെ കയ്യിൽ എന്തുണ്ട്? പെണ്ണ് കാണാൻ പോകുമ്പോൾ ബ്രോക്കർ എന്ന് പറഞ്ഞൊരു മലക്കുണ്ട്. നാവെടുത്ത സത്യം മാത്രമല്ല കള്ള പറയൂ. എന്താ വെച്ചാൽ പറയും, അത് അറബിക്കടലിൽ ഒരു കപ്പൽ കിടക്കുന്നുണ്ട്, ദുബൈയിൽ അത് ഷെയ്ഖിൻ്റെ വീട് വേണ്ടത്, ആ കള്ളത്തരം പറയും. പക്ഷെ അലിയാർ തങ്ങൾ കള്ളമൊന്നും പറഞ്ഞില്ല. നബിയെ, എൻ്റെ കയ്യിൽ 5 നയാ പൈസ ഇല്ല, എൻ്റെ കയ്യിൽ 5 നയാ പൈസ ഇല്ല, ഒന്നുമില്ല നബിയെ. നിങ്ങൾ നല്ലതുപോലെ കേൾക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ബദറിൽ പോകുമ്പോൾ ഞാൻ നിനക്കൊരു പടയങ്കി വാങ്ങി തന്നല്ലോ, എവിടെ? വീട്ടിലിരിക്കുന്നുണ്ട് നബിയെ. അലിയെ, വിറ്റാൽ എത്ര രൂപ കിട്ടും? ഒരു 400 ദിർഹമൊക്കെ കിട്ടും നബിയെ. എന്നാ കൊണ്ട് വിറ്റിട്ട് വാ പൈസയുമായി. ആലിയാർ തങ്ങൾ PT ഉഷ ഓടുന്നതിനേക്കാളും ഓട്ടവാ, വല്ലാത്ത ഓട്ടം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി അള്ളാഹുബെ പടയെങ്കിലും എടുത്തുകൊണ്ട് കമ്പോളത്തിൽ പോയിട്ട് വിൽക്കാൻ നിൽക്കുകയാ. അതാ വരുന്നു മഹാനായ സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, പ്രവാചകന്റെ ആദ്യത്തെ പുതിയാപ്പളയാ. എൻ്റെ അലി എവിടെ നിൽക്കണം? നിങ്ങൾ അറിഞ്ഞാൽ എൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ച്. ഫാത്തിമായി എൻ്റെയും കല്യാണം, ഫാത്തിമ ബീവിയുടെ കല്യാണം ഉറപ്പിച്ചു. മഹറു വാങ്ങാൻ പൈസ ഇല്ലാത്തത് കാരണം ഈ പടയെങ്കി വിൽക്കാൻ പറഞ്ഞു വിട്ടതാ മുത്തുനബി. ഫാത്തിമ അലിയാർ തങ്ങളോട് ചോദിച്ചു, ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, എത്ര രൂപ വേണം? 400 ദിർഹം കിട്ടിയാൽ ഞാൻ കൊടുക്കും. എന്നാ പിടിച്ചോ. കയ്യിൽ കൊടുത്തു, ദിർഹം കൊടുത്തു, പടയെങ്കി വാങ്ങി. അങ്ങനെ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നീ വലിയ യോദ്ധാവല്ലേ അലിയെ, ഈ പ്രായം ചെന്ന എനിക്കെന്തിനാ പടയെങ്കി, ഇത് നീ തന്നെ വെച്ചോ. രണ്ടും കൈ കൊടുത്തു. അങ്ങനെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഓടി മുത്തുനബിയുടെ മുന്നിൽ ചെന്നു. 400 ദിർഹം കൊണ്ട് പ്രവാചകന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. തമാശയ്ക്ക് പറയുകയല്ല വാപ്പമാരെ, നല്ലതുപോലെ നിങ്ങൾ കേൾക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കയ്യിലേക്ക് 400 ദിർഹം കൊണ്ട് വെച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അലിയെ, വലീമ കൊടുക്കണ്ടേ? നിക്കാഹ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഭക്ഷണം കൊടുക്കണ്ടേ? അലിയാർ തങ്ങൾ പറഞ്ഞു, നബിയെ, എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല. ആ സമയത്ത് സഅദ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു, നബിയെ, എൻ്റെ വീട്ടിലൊരാട് നിൽക്കുന്നുണ്ട്, അലിക്ക് ഞാൻ വെറുതെ കൊടുത്തേക്കാം. എൻ്റെ വീട്ടിലൊരാട് നിൽക്കുന്നുണ്ട്, ആ ആട് ഞാൻ അലിക്ക് കൊടുത്തേക്കാം നബിയെ. 3 സ്വഹാബികൾ അവിടെ നിന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ വീടിൻ്റെ അകത്ത് കുറച്ച് ഗോതമ്പ് മാവിരിക്കുന്നുണ്ട് നബിയേ, അതലിയാർ തങ്ങൾക്ക് ഞങ്ങൾ വെറുതെ കൊടുത്തേക്കാ. എൻ്റെ പ്രിയമുള്ളവരെ, സഅദ് തങ്ങൾ ഒരാടിനെ കൊടുത്തു. സ്വഹാബികൾ അവിടെ നിന്ന് ഗോതമ്പ് മാവ് കൊടുത്തു. ആരുടെ വിവാഹമാണ് നടത്തുന്നതെന്ന് നിങ്ങൾ നല്ലതുപോലെ ചിന്തിക്കൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ കല്യാണമാണ്, മുത്തുനബിയുടെ പൊന്നാര മകളുടെ നിക്കാഹാണ്, സ്വർഗത്തിന്റെ റാണിയുടെ കല്യാണമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പിരിവെടുത്ത് കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എത്ര ഭക്ഷണം വേണമെങ്കിലും കൊടുത്തോ, എത്ര പവൻ വേണമെങ്കിലും കൊടുത്തോ, ഓടിയ കാറ് വേണമെങ്കിലും വാങ്ങിക്കൊടുത്തോ, ലക്ഷങ്ങളുടെ വിലയുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണം നടത്തിക്കോ, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ആവശ്യമില്ലാത്ത ചിലവുകളുണ്ടല്ലോ, ഒരുപാട് അനാമത്തായ ചിലവുകളുണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കണേ സഹോദരാ, അതൊക്കെ ഒഴിവാക്കണേ സഹോദരാ. ഇങ്ങനെയാണ് അവിടുന്ന് അല്ലാഹുവേ തൻ്റെ പൊന്നാര മകളുടെ നിക്കാഹ് അവിടുന്ന് ഉറപ്പിച്ചു. അതാ അലിയാർ തങ്ങൾക്ക് പടച്ചവനെ സ്വന്തമായിട്ടൊരു വീട് പോലുമില്ല. അല്ലാഹുവിൻ്റെ പ്രവാചകനും സ്വഹാബികളും എല്ലാവരും കൂടെ അലിയാർ തങ്ങൾക്ക് ഒരു ഈന്തപ്പന മരത ഈന്തപ്പനയുടെ പോലകൾ കൊണ്ടൊരു റൂമുണ്ടാക്കി. പടച്ചവനെ,
എല്ലാവരും കൂടെ ഒരു വീട് വെച്ചു കൊടുത്തു. അങ്ങനെ ഫാത്തിമയുടെയും അലിയാർ തങ്ങളുടെയും കല്യാണം കഴിഞ്ഞു. അല്ലാ, മുത്തുനബി വളർത്തിയ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിക്കാഹ് കഴിഞ്ഞ മണിയറക്കകത്ത് കടന്നു പോവുകയാ. ഉമ്മമാരേ, വാപ്പമാരേ, പെമ്മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചോ. അള്ളാഹുവിന്റെ പ്രവാചകന് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ വളർത്തി പഠിപ്പിച്ചത് എന്തെന്നറിയുമോ? അലിയാര് തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകള് ഭർത്താവിന്റെ കൂടെ മണിയറക്കകത്തേക്ക് കടന്നു പോവുകയാണ്. രണ്ടുപേരും മണിയറക്കകത്ത് കയറി. അലിയാര് നിങ്ങൾ വല്ലാത്ത സന്തോഷത്തിലാണ്. വീടിന്റെ കവാടമടച്ചു, വീടിന്റെ കവാടമടച്ചു. അലിയാര് തങ്ങൾ വീടിന്റെ അകത്ത് കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കുണ്ടല്ലോ, അത് പെട്ടെന്ന് അണയ്ക്കുകയാണ്. വീടിന്റെ അകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്കുണ്ടല്ലോ, ആ വിളക്ക് പെട്ടെന്ന് അണയ്ക്കുകയാ. മണിയറക്കകത്ത് വല്ലാത്ത ഇരുള് വന്നു, വല്ലാത്ത ഇരുട്ട് വന്നു. കുറച്ച് കഴിയുമ്പോ വസമിഅനാ സൗതൻ ഹനീനാ, അതിരാത്രിയിൽ മണിയറക്കകത്തൊരു തേങ്ങൽ കേൾക്കുകയാണ്, ഒരു കരച്ചൊലിന്റെ ശബ്ദം കേൾക്കുകയാണ്. അലിയാര് തങ്ങൾ ഓടിച്ചെല്ലുമ്പോ ഫാത്തിമ ഇരുന്ന് കരയുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഇരുന്ന് കരയുകയാണ്. അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്തിനാ നീ കരയുന്നത്? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ ഫാത്തിമ? എന്തിനാണ് കരയുന്നതെന്ന് അല്ലാഹുവേ. അലിയാര് തങ്ങൾ ഫാത്തിമ ബീവിയോട് കരമെന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി പറയുന്നു, അലിയേ, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണ് ഈ മദീനയിലുണ്ടോ? നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് അലിയേ, നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് അലിയേ. പിന്നെ എന്തിനാ ഫാത്തിമ നീ കരയുന്നത്? ഈ റൂമിന്റെ അകത്തിരുന്നിട്ട് കരയുന്നത് എന്തിനാണ്? ഈ ആദിരാത്രി ഇരുന്ന് കരയുന്നത് എന്തിനാണ്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളോട് അലിയാര് തങ്ങൾ ചോദിക്കുമ്പോ റസൂലുള്ള വളർത്തിയ പൊന്നുമോള് പറയുകയാ, അലിയേ, ഈ വീടിന്റെ അകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്ക് പെട്ടെന്ന് അണച്ചപ്പോ ഈ റൂമിന്റെ അകത്ത് വല്ലാത്ത ഇരുട്ട് വന്നല്ലോ. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയോ? എല്ലാവരും കൂടെ എന്നെ കുളിപ്പിച്ച് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി 6 അടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് എല്ലാവരും മണ്ണിട്ട് മൂടിയിട്ട് പിരിഞ്ഞു പോകുമ്പോ ആ കബറിന്റെ അകത്ത് വല്ലാത്ത ഇരുളായിരിക്കുമല്ലോ അലിയേ. ഈ വിശാലമുള്ള റൂമിന്റെ അകത്ത് ഇരുട്ട് വന്നപ്പോഴേ എനിക്ക് താങ്ങാ കഴിയുന്നില്ല. അല്ലാഹുവേ, ഖബറിന്റെ അകത്ത് വല്ലാത്ത ഇരുളല്ലേ, അതിനകത്ത് വെളിച്ചമില്ലല്ലോ, അതിനകത്ത് പാമ്പുകളല്ലേ, അതിനകത്ത് തേളുകളല്ലേ, ആ ഖബർ ഞെരിക്കില്ലേ അലിയേ? അതിനകത്ത് മണ്ണല്ലേ അലിയേ? അതിനകത്ത് ഫാത്തിമ ഒറ്റയ്ക്കല്ലേ അലിയേ? അവിടെ നിന്ന് പൊട്ടിക്കരന്നുകൊണ്ട് ഖബറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ അലിയാര് തങ്ങൾ പറയുന്നു, ഫാത്തിമ, ഇന്ന് നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയുന്ന രാത്രിയാ, ഇന്ന് നമ്മുടെ ആദിരാത്രിയാ, ഇത് നമ്മുടെ മണിയറയല്ലേ? ഈ മണിയറക്കകത്തിരുന്ന് കരയുകയാണോ ഫാത്തിമ? അലിയാര് തങ്ങൾ ഫാത്തിമ ബീവിയോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വളർത്തിയ മകള് പറഞ്ഞു കൊടുക്കുന്നു, അലിയേ, മണിയറ ഇവിടെയല്ല, മണിയറ ഒരുക്കേണ്ടത് വിവാഹത്തിന്റെ 1ാമത്തെ രാത്രിയല്ലോ. എവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്? അത് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്താ. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്താ മണിയറ ഒരുക്കേണ്ടത്. ആ ഖബറിന്റെ അകത്ത് വരുന്ന മലക്കുകളാണ് ലംകനൗമത്തില്ലാറൂ
ഫിർദൗസ് പുതിയാപ്പള കിടന്നുറങ്ങുന്നത് പോലെ ഈ ഖബറിന്റെ അകത്ത് കിടന്നുറങ്ങടാ എന്ന് മലക്കുകളല്ലേ പറയേണ്ടത്. എൻ്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, വിവാഹം കഴിഞ്ഞ് ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളുമായി മണിയറയ്ക്കകത്ത് കയറി വന്ന ഭർത്താവിനോട് ഖബറിനെ കുറിച്ച്, ഖബറിന്റെ ഏകാന്തതയെ കുറിച്ച്, ഖബറിന്റെ ഞെരുക്കത്തെ കുറിച്ച്, ഖബറിന്റെ അദാബിനെ കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഭർത്താവിനെ കരയിപ്പിക്കുകയാ. എന്നിട്ട് ഫാത്തിമ ബീവി പറഞ്ഞു, അലിയേ ഇന്ന് രാത്രി മുഴുവനും മണ്ണറ മണിയറയാക്കാ മാറ്റിവെക്കാ, നമുക്കൊരുമിച്ച് നിസ്കരിക്കാ, നമുക്കൊരുമിച്ച് ഖുർആൻ ഓതാ, നമുക്കൊരുമിച്ചിരുന്ന് തൗബ ചെയ്യാ. ഇന്നത്തെ രാത്രി മുഴുവനും അള്ളാഹിന് വേണ്ടി മാറ്റിവെക്കാ, മണ്ണറ മണിയറയാക്കാ മാറ്റിവെക്കാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മണിയറക്കകത്തി നിസ്കരിപ്പിച്ചവളാ ഫാത്തിമ. എടാ ചെറുപ്പക്കാരാ, ഇതൊന്നും കഥയല്ലടാ, ഇതൊന്നും ആരെങ്കിലും എഴുതി വെച്ച കള്ളക്കഥയല്ല, ഇതൊക്കെയാടാ സത്യം. എടാ, ലോകത്തിലെ ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയുവോ? അത് സാലിഹത്തായ ഒരു പെണ്ണിനെയാടാ. ഹൃദയത്തിൽ പടച്ചറപ്പിനെ കൊണ്ട് നടക്കുന്ന ഒരു പെണ്ണിനെയാ. റോഡിൽ കയ്യതാ ഫോൺ നമ്പർ തരാനും വിളിച്ചാൽ ഇറങ്ങി വരാനും നൂറുകണക്കിന് സുന്ദരികളെ കിട്ടുമടാ. പക്ഷേ ഹൃദയത്തിന്റെ അകത്ത് പടച്ചറപ്പിനെ പേടിയുള്ള ഒരു പെണ്ണിനെ കിട്ടണമെങ്കിൽ അതിനൊരു യോഗം വേണമടാ, അതിനൊരു ഭാഗ്യം വേണമടാ. അള്ളാനെ പേടിയുള്ള പെണ്ണിനെ കിട്ടിയ വിവാഹം കഴിഞ്ഞ് ഒന്നാമത്തെ രാത്രി മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഭാര്യ വിളിക്കുന്നു, ഇക്കാ ആഘോഷമൊക്കെ കഴിഞ്ഞു, എല്ലാവരും പോയോ? അവസാന പാതിരാത്രി മണിയറയ്ക്കകത്ത് കയറി ചെല്ലുന്ന ഭർത്താവിനോട് ഭാര്യ പറയുന്നു, ഇക്കാ എന്നെ പോലെ ഒരു നല്ല പെണ്ണിനെ അള്ളാഹു നിങ്ങൾക്ക് ഭാര്യയായി നൽകിയല്ലോ, നിങ്ങളെപ്പോലെ ഒരു നല്ല ഭർത്താവിനെ എനിക്ക് അള്ളാഹു നൽകിയല്ലോ, അതിന് നന്ദി രേഖപ്പെടുത്തണ്ട്, അതിന് ശുക്ർ ചെയ്യണ്ട്. അതുകൊണ്ട് ഇക്ക പോയി ഉളുവെടുത്തിട്ട് വാ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഈ മണിയറയ്ക്കകത്തിരുന്നിട്ട് നന്ദിയുടെ നിസ്കാരം, ശുക്റിന്റെ 2 റക്അത്ത് നമസ്കാരം മണിയറയ്ക്കകത്തിരുന്ന് നിസ്കരിക്കാമിക്കാ. ദീനുള്ള പെണ്ണ് പറഞ്ഞു കൊടുക്കുകയാ. അങ്ങനെ ഭർത്താവ് ഉളുവെടുത്തിട്ട് വന്നു. ഭാര്യയും ഭർത്താവും കൂടെ മണിയറയ്ക്കകത്ത് മുസല്ല വിരിച്ചിട്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയാണ്. 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിയുമ്പോ പുതിയ പെണ്ണ് പറയുന്നു, ഇക്കാ ഇന്ന് വരെ നമ്മൾ ഒരുപാട് പാപം ചെയ്തവരാ, ഇന്ന് മുതൽ പുതിയ ജീവിതം തുടങ്ങുകയാണ്, അതുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് തൗബ ചെയ്യാ. ഇക്ക ദുആ ചെയ്യൂ, എന്റെ പാപം കൂടെ പൊറുക്കാൻ ദുആ ചെയ്യൂ. അങ്ങനെ ഭർത്താവ് മണിയറക്കകത്തിരുന്നിട്ട് തൗബ ചെയ്യുകയാണ്. ഭാര്യ പുറകിലിരുന്ന് ആമീൻ, അല്ലാഹുവേ ഞങ്ങളുടെ 2 പേരുടെയും പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. മണിയറയുടെ രാത്രി ഭർത്താവ് ദുആ ചെയ്യുമ്പോ പുതിയ പെണ്ണ് പുറകിലിരുന്ന് ആമീൻ പറയുകയാണ്. അങ്ങനെ തൗബ ചെയ്ത് കഴിഞ്ഞു. ഭാര്യ പറയുന്നു, ഇക്കാ എന്റെ തലയിൽ കൈവച്ചിട്ട് നിങ്ങൾ ദുആ ചെയ്യൂ. ഒരു ഭാര്യയുടെ തലയിൽ ഭർത്താവ് തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്യണമെന്ന് മുത്തുനബി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇക്ക എന്റെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്യൂ. ഭർത്താവ് പറയുന്നു, എനിക്കറിയില്ല മോളെ, ഞാൻ പറഞ്ഞു തരാബിക്കാ, ഞാൻ പഠിച്ചിട്ടുണ്ട്, ആ ദുആ എനിക്കറിയാ, ഞാൻ പറഞ്ഞു തരുന്നത് പോലെ ഇക്ക എന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞാ മതി. അങ്ങനെ ഭാര്യ തന്നെ ഭർത്താവിന് ദുആ പഠിപ്പിച്ചു കൊടുത്തു. അത് തലയിൽ കൈവച്ച് പറയുകയാണ്. അത് കഴിഞ്ഞ് 2 പേരും കിടപ്പറയിൽ കിടന്നു. അവസാനം വെളുപ്പാങ്കാലത്ത് 4 മണിയാകുമ്പോ എല്ലാ ദിവസവും നമസ്കരിക്കാൻ എഴുന്നേറ്റിരുന്ന പെണ്ണുണ്ടല്ലോ, അവള് 4 മണിക്ക് എഴുന്നേക്കുകയാ. എന്നിട്ട് റബ്ബേ ചാരത്ത് കിടക്കുന്ന പുതിയ പിളയ വിളിക്കുന്നു, ഇക്കാ എഴുന്നേക്കാ, ബാങ്ക് വിളിക്കാ സമയമായിക്കോ, നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കണ്ട്. പെണ്ണെ, എനിക്കിന്ന് വല്ലാത്ത ക്ഷീണമാണ്, ഞാൻ കിടന്നുറങ്ങട്ട്. ഇല്ലയിക്കാ, ഇന്നലെ വരെ നിങ്ങൾ നിസ്കരിച്ചു
ശ്രദ്ധിച്ചോ ഇല്ലയോ എനിക്കറിയില്ല, പക്ഷേ ഇന്ന് മുതൽ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, എൻ്റെ ഇക്ക നമസ്കരിച്ചേ പറ്റൂ. കല്യാണ പെണ്ണ് ഭർത്താവിൻ്റെ കാലിൽ പിടിച്ച് കരയുകയാണ്. കല്യാണ പെണ്ണ് ഭർത്താവിൻ്റെ കാലിൽ പിടിച്ച് കരയുകയാ. എഴുന്നേക്കുക. അവിടെ നിന്ന് വിളിച്ചുണർത്തി ബാത്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു, ഒളുവെടുപ്പിച്ചു. അല്ലാഹുവേ മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കുകയാണ്. അങ്ങനെ തഹജ്ജുദ് നിസ്കാരം കഴിയുമ്പോ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിച്ചു. ഭർത്താവിനോട് പറയുന്നു, ഇക്കാ ദീനുള്ള പെണ്ണിനെ കെട്ടാൻ പറഞ്ഞത് ഉപ്പാ ഇതുപോലെയാണ് മക്കളെ വളർത്തി കൊടുക്കാറ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ എല്ലാ വാപ്പയും ഉമ്മയും പഠിക്ക്. മണിയറയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് കടന്നത് എവിടെയെന്നറിയുമോ? ഈന്തപ്പന ഓലകൾ കൊണ്ട് നെയ്തിരുന്ന ഒരു കുടില്. അതിനകത്ത് തറയിൽ ചരൽക്കല്ലാടാ, കട്ടിലോ മെത്തയോ വിരിക്കാനൊരു വിരിപ്പ് പോലും ഇല്ലായിരുന്നു. അവർ രണ്ടുപേരും കടന്നത് എന്തിന്റെ മുകളിലെന്നറിയുമോ? അലിയാര് തങ്ങൾ പറയുകയാണ്, അലിയാര് തങ്ങൾ പറഞ്ഞു, എൻ്റെ വീട്ടിലൊരു ആടിന്റെ തോലുണ്ടായിരുന്നു. അലിയാര് തങ്ങൾ പറയുകയാ, ഫാത്തിമ ബീവിയും അലിയാര് തങ്ങളും കിടന്നുറങ്ങിയത് ഒരു വിരിപ്പുണ്ടായിരുന്നു, ഒരാടിന്റെ തോല്. ആ ആടിന്റെ തോല് വിരിച്ചിട്ട് ഫാത്തിമ ബീവിയും അലിയാര് തങ്ങളും അതിൻ്റെ മുകളിലാ കിടന്നുറങ്ങിയത്. ഒരാടിന്റെ തോലിന്റെ വലുപ്പം നീ ഒന്ന് ചിന്തിക്കുവാപ്പാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയും അലിയാര് തങ്ങളും കൂടെ ആടിന്റെ തോലിന്റെ മുകളിൽ കിടന്നിട്ട് സുഖമായിട്ട് ഉറങ്ങും. രാവിലെയായ ആ തോലെടുത്തു കൊണ്ടുപോയിട്ട് അലിയാര് തങ്ങൾക്കൊരു കുതിരയുണ്ട്, അതിൻ്റെ മുന്നിൽ കൊണ്ടുവെക്കും. അലിയാര് തങ്ങളുടെ വീട്ടിലൊരു കുതിരയുണ്ട്, ആ കുതിരയുടെ മുന്നിൽ കൊണ്ടുപോയി ഈ തോല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആ കുതിരയ്ക്ക് തീറ്റിയിട്ട് കൊടുക്കണേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രാത്രിയായാൽ അത് കഴുകി രണ്ടുപേരും കിടന്നുറങ്ങും. രാവിലെയായ കുതിരയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ കൊണ്ടുവച്ചു കൊടുക്കും. അതായിരുന്നു ജീവിതം. അടിയില്ല, വഴക്കില്ല, ബഹളമില്ല, പ്രശ്നങ്ങളില്ല. മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരളിൻ്റെ കഷ്ടമാ പൊന്നുമോള് ഫാത്തിമ. ആ പൊന്നുമോളെ കല്യാണം കഴിച്ചു വിട്ടതിന് ശേഷം ഒരു ദിവസം കാണാൻ പോയി. തൻ്റെ പൊന്നാര മകളുടെ വീട്ടിൽ ചെന്നപ്പോൾ വാപ്പാനെ കണ്ടതും ഫാത്തിമ കരയാൻ തുടങ്ങി. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കരയാൻ തുടങ്ങി. മുത്തുനബി ചോദിച്ചു, എന്തേ മോളെ ഫാത്തിമ കരയണേ? ഉപ്പാടെ മോൾ എന്തിനാ കരയണേ? ഉപ്പാ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി ഉപ്പാ, പട്ടിണിയാ ഉപ്പ ഇവിടെ. അപ്പാ വല്ലതും കഴിച്ചിട്ട് 3 ദിവസമായി ഞാൻ പട്ടിണി. ഉപ്പാൻ്റെ മോള് പട്ടിണിയാ. അള്ളാൻ്റെ റസൂല് വാരി കെട്ടിക്കോ പോകാന്ന് പറഞ്ഞില്ല. നമ്മളാണെങ്കിൽ അങ്ങനെയാണല്ലോ, വാരി കെട്ടി പൊക്കോളാൻ പറയും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പൊന്നുമോള് പറഞ്ഞു, ഉപ്പാ വല്ലതും കഴിച്ചിട്ട് 3 ദിവസമായി ഞാൻ പട്ടിണിയാ, മോളിങ്ങ് വാ. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ അടുത്ത് പിടിച്ചിട്ട് വാപ്പ ചെവിയിൽ പറഞ്ഞു കൊടുത്തു, വലിയ അബീക അർബഉ, മോള് 3 ദിവസമായിട്ടല്ലേ വല്ലതും കഴിച്ചിട്ട്, വാപ്പ 4 ദിവസമായിട്ട് പട്ടിണിയാ മോളെ. മുത്തുനബി തൻ്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്കുക, വാപ്പ വല്ലതും കഴിച്ചിട്ട് 4 ദിവസമായി മോളെ. ഫാത്തിമ കരയാ. ഞാൻ ഉപ്പാനോട് പറഞ്ഞു പോയല്ലോ അല്ലാ, എൻ്റെ ഉപ്പാനോട് ഞാൻ പറഞ്ഞു പോയല്ലോ അല്ലാ. ഫാത്തിമ കരയുകയാ. അതായിരുന്നു അവരുടെ തമ്മിലുള്ള ബന്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗം പിടിച്ചു വഫാത്തിൻ്റെ വേളയിൽ കിടക്കുമ്പോൾ ഫാത്തിമ എന്ന് പറയുന്ന മകള് കാണാൻ വന്നു. ഉപ്പാൻ്റെ കിടപ്പ് കണ്ടിട്ട് കരയാ. ഉപ്പ രോഗം പിടിച്ച് കിടക്കുന്നത് കണ്ടിട്ട് കരയുമ്പോൾ അടുത്ത് വിളിച്ചു, ആ മോളെ. അടുത്ത് വിളിച്ചിട്ട് ചെവിയിൽ പറഞ്ഞു കൊടുത്തു, മോള് കരയരുത്, ഉപ്പാടെ മരണമെടുത്തു, പല അടയാളങ്ങളും കണ്ടു, അതുകൊണ്ട് വാപ്പ പോകാൻ, എൻ്റെ മോള് കരയരുത് കേട്ടാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഫാത്തിമ വല്ലാതെ നിലവിളിച്ചു. തൻ്റെ വാപ്പാടെ മരണമെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ബീബി പൊട്ടിക്കരയാൻ തുടങ്ങി. തൻ്റെ പൊന്നാര മകള് കരയുന്നത് കണ്ടപ്പോൾ സഹിച്ചില്ല. ഇനി വാ മോളെ. രണ്ടാമത് അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോള് കരയണ്ട, ഉപ്പാടെ തൊട്ട് പുറകിൽ മോളാ അടുത്തത്. വാപ്പ പോയാ പിന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം മരിക്കണത് നീയാ മോളെ. മോളെന്തിനാ കരയണേ? ഫാത്തിമ ചിരിക്കുക. മരണം പറഞ്ഞപ്പോഴും ചിരിച്ചു മക്കളെ. മരണം പറഞ്ഞപ്പോഴും ഫാത്തിമ ചിരിക്കുകയാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരുപാട് വട്ടം ചോദിച്ചു, എന്താ ഫാത്തിമ നീ ചിരിക്കാനുള്ള കാരണം? ഞാൻ പറയൂല, എൻ്റെ ഉപ്പ എനിക്ക് പറഞ്ഞെന്ന രഹസ്യമാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അടിയില്ല, വഴക്കില്ല, ബഹളമില്ല.
അവസാനം ഇവർ രണ്ടുപേരും ഒരുപാട് വർഷക്കാലം ജീവിച്ചു. പെങ്ങളെ പഠിക്ക്, സിനിമാ കഥയും സീരിയൽ കഥയുമല്ല, ഇവർ രണ്ടുപേരും മടിയും വഴക്കുമില്ലാതെ ഒരുപാട് കാലം ജീവിച്ചു. അവസാനം മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ടും പൊരുത്തം ചോദിച്ചു. അവിടെ നിന്ന് പൊരുത്തം ചോദിച്ചു. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുകയാ, പിരിയാൻ കഴിയാതെ. അവസാനം ഫാത്തിമ ബീബി അലിയാർ തങ്ങളോട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ എന്നെ പകല് കബറടക്കരുത്, രാത്രിയിലെ കബറടക്കാവൂ. അതെന്തേ ഫാത്തിമ രാത്രി കബറടക്കാൻ പറയാനുള്ള കാരണം? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എൻ്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരാളും കണ്ടിട്ടില്ല, എൻ്റെ ഔറത്ത് ഇന്ന് വരെ ഒരാളും കണ്ടിട്ടില്ല. എന്നെ പകലാണ് കബറടക്കുന്നതെങ്കിൽ എൻ്റെ മയ്യത്ത് പൊതിയുന്നതും എൻ്റെ മയ്യത്ത് ചുമക്കുന്നതും എൻ്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നതും അന്യപുരുഷന്മാരാ അലിയെ. 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എൻ്റെ മയ്യത്ത് ചുമക്കുമ്പോൾ കബറിൽ ഇറക്കി വെക്കുമ്പോൾ പകലാണെങ്കിൽ അന്യപുരുഷന്മാർ എൻ്റെ ശരീരത്തിൻ്റെ വടിവ് കാണുമല്ലോ, എനിക്കിഷ്ടമല്ലത്. എൻ്റെ ശരീരത്തിൻ്റെ വടിവ് പോലും ഒരാൾ കാണുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എന്നെ രാത്രിയിലെ കബറടക്കാവൂ. അതായിരുന്നു ഫാത്തിമ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അലിയാർ തങ്ങൾ ഫാത്തിമ ബീബിയുടെ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കി. രാത്രി തൻ്റെ വീടിൻ്റെ അകത്ത് വന്നിട്ട് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അലിയാർ തങ്ങൾ കരയുക. കാരണം ഫാത്തിമ ഇല്ലാത്ത 1ാമത്തെ രാത്രി. സഹോദര, നമുക്കൊന്നും നമ്മുടെ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ വിലയറിയില്ല. നമുക്ക് നമ്മുടെ ഭാര്യയുടെ വിലയറിയില്ല. അല്ലാഹുവേ പടച്ചവനെ, നമുക്ക് നമ്മുടെ വീടിൻ്റെ അകത്ത് കിടന്ന് ഒരു അടിമയെപ്പോലെ, ഒരു വേലക്കാരിയെപ്പോലെ കിടന്ന് കഷ്ടപ്പെടുമല്ലോ സഹോദര. നിനക്ക് വെച്ച് തരണം, നിൻ്റെ മക്കളെ നോക്കണം, നിൻ്റെ മാതാപിതാക്കൾ, നിൻ്റെ കൂടപ്പുറപ്പുകൾ എല്ലാവർക്കും വെച്ച് വിളമ്പണം, വസ്ത്രം കഴുകണം, വീട് തൂത്തുവാരണം. അല്ലാഹുവേ, രാവിലെ വെളുപ്പാങ്കാലം മുതൽ പാതിരാത്രി 9 മണി വരെ കിടന്ന് എത്ര കഷ്ടപ്പെട്ടാലും ഒരു നല്ല വാക്ക് ആ പാവത്തിനോട് പറയാറില്ല. എന്നിട്ടും അവളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവളുടെ വില നിനക്ക് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ല. ആ ഭാര്യ 2 മക്കളെ നിന്നെ ഏൽപ്പിച്ചിട്ട് അവളുടെ പണി നോക്കി പോകുമ്പോഴേ നിനക്കതിൻ്റെ വിലയറിയൂ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പൊന്നാര മകളുടെ ഇല്ലാത്ത വീടിൻ്റെ അകത്തിരുന്നിട്ട്, ഫാത്തിമ ബീബി ഇല്ലാത്ത വീടിൻ്റെ അകത്ത് കിടന്നിട്ട് അലിയാർ തങ്ങൾക്ക് ഉറക്കമില്ല. എഴുന്നേറ്റ് കള്ളിഷാപ്പി പോയില്ല, എഴുന്നേറ്റ് ഓടി. അലിയാർ തങ്ങൾ എഴുന്നേറ്റ് ഓടുകയാണ്. ഓടിച്ചെന്നത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഖബറിൻ്റെ ചാരത്താ, ജന്നത്തിൽ ബഖീൽ. തൻ്റെ ഫാത്തിമയുടെ ഖബറിൻ്റെ ചാരത്ത് പോയിരുന്നിട്ട് അലിയാർ തങ്ങൾ അസ്സലാമു അലൈക്കി യാ ഫാത്തിമ ബീബിയോട് സലാം വിളിച്ചു. അവിടെ നിന്ന് അലിയാർ തങ്ങൾ ഫാത്തിമ ബീബിയുടെ ഖബറിൻ്റെ ചാരത്ത് പോയിരുന്ന് സലാം പറഞ്ഞു. സലാം അടക്കുന്നില്ല. അലിയാർ തങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്നോട് പിണങ്ങിയോ? ഫാത്തിമ, എന്തേ നീ എൻ്റെ സലാം അടക്കാത്തത്? മണിയറയിൽ പിണങ്ങിക്കിടക്കുന്ന, കിടപ്പറയിൽ പിണങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ പിണക്കം മാറ്റുന്നത് പോലെ അലിയാർ തങ്ങൾ തൻ്റെ ഭാര്യയുടെ ഖബറിൻ്റെ ചാരത്ത് 1ാമത്തെ രാത്രി പോയിരുന്നിട്ട് ചോദിക്ക, എന്തേ ഫാത്തിമ നീ എൻ്റെ സലാം അടക്കാത്ത? എന്നെ മറന്നു ഫാത്തിമ? വീണ്ടും സലാം പറഞ്ഞു, സലാം മടക്കണില്ല. അലിയാർ തങ്ങൾ ചോദിക്കുക, എന്തേ നീ എന്നോട് പിണങ്ങേ? മടക്ക് ഫാത്തിമ, എന്നെ മറന്നു പോകല്ലേ ഫാത്തിമ. 2ാമതും സലാം പറഞ്ഞിട്ട് മടക്കാതെ വന്നപ്പോൾ അലിയാർ തങ്ങൾ ഫാത്തിമ ബീബിയുടെ ഖബറിൻ്റെ മുകളിൽ കൈവച്ചിട്ട് ആ ഖബറിനോട് ചോദിച്ചു, അലിയാർ തങ്ങൾ ഖബറെ, എൻ്റെ ഫാത്തിമയുടെ വിശേഷമെന്താ? എൻ്റെ ഫാത്തിമയുടെ വിശേഷമെന്താ? എൻ്റെ ഫാത്തിമ ആരെന്നറിയോ? എൻ്റെ ഫാത്തിമ ആരെന്നറിയോ? കല്യാണത്തിൻ്റെ 1ാമത്തെ രാത്രി മണിയറയ്ക്ക് കത്തിച്ചിരിക്കുന്ന മുഖത്തോടെ കയറി വന്ന എന്നോട് ഖബറിനെക്കുറിച്ച്, ഖബറിൻ്റെ ഏകാന്തതയെക്കുറിച്ച്, ഖബറിൻ്റെ ഞെരുക്കത്തെക്കുറിച്ച്, ഖബറിൻ്റെ അദാബിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നവളാ എൻ്റെ ഭാര്യ. എൻ്റെ മണിയറയിലിരുത്തിയിട്ട് ഈ മണ്ണറ മണിയറയാക്കാൻ മുസല്ല വിരിച്ചിട്ട് നിസ്കരിപ്പിച്ചവളാ ഫാത്തിമ. ആ ഫാത്തിമയാണ് നിന്റെ വയറിൻ്റെ അകത്ത് കിടക്കുന്നത്, ഈ ഖബറിൻ്റെ അകത്ത് കിടക്കുന്നത്. എൻ്റെ ഫാത്തിമയുടെ വിശേഷമെന്ത് എന്ന് ഖബറിൻ്റെ ചാരത്തിരുന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചു എന്ന് ചരിത്രം പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതമെന്ന് പറയുന്നത് ഇതിനാ മക്കളെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് പറയുകയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതുപോലെ വേണം നിങ്ങളുടെ മക്കളെ വളർത്താൻ. ഇതുപോലെ നിങ്ങളുടെ പെൺമക്കളെ വളർത്തി നല്ല നിലയിൽ അവരെ വിവാഹം കഴിച്ചു കൊടുക്ക്. അള്ളാഹുവേ, ആരെല്ലാം ഈ സദസ്സിലിരിക്കുന്നവരിൽ ആരെല്ലാം തൻ്റെ പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുത്തിട്ടുണ്ടോ, അള്ളാഹുവേ അവർക്ക് നീ പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, പെൺമക്കളുള്ളവർ അള്ളാഹുവേ ഈ പറയുന്ന രീതിയിൽ അവരുടെ പെൺമക്കളെ വളർത്താൻ, ഇസ്ലാം പറയുന്ന രീതിയിൽ വളർത്തി, ഇസ്ലാം പറയുന്ന രീതിയിൽ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഈ മാതാപിതാക്കൾക്ക് നീ ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, പെൺമക്കളില്ലാത്ത
പെൺമക്കളില്ലാത്ത പാവപ്പെട്ട ഞങ്ങളെപ്പോലുള്ളവർ മനസ്സിൽ ആഗ്രഹം കൊണ്ട് നടക്കുന്നവരാ. കരുണക്കടലായ അല്ലാ, ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പെൺമക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലങ്ങളായി മക്കളില്ലാത്ത ഒരുപാട് പാപങ്ങളുണ്ട് പടച്ചവന്. കരുണക്കടലായ അല്ലാ, ഈ ലോകത്ത് നീ ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടോ അവരുടെ ബറക്കത്ത് കൊണ്ട് ആ പാവപ്പെട്ട കുടുംബങ്ങളുടെ കണ്ണുനീര് നീ ഒപ്പണേ റഹ്മാനെ. ഏത് ദുഃഖത്തിൻ്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടല്ലോ അല്ലാ, ആ പാപങ്ങൾക്ക് നീ സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ സദസ്സ് അതിനൊരു സബബാക്കണേ റഹ്മാനെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് നാളെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന 5 വിഭാഗത്തിൽ ഒരു വിഭാഗം ഇവരാണ്. അള്ളാഹു ഈ കേട്ട കാര്യം ജീവിതത്തിൽ പഠിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹീമായ കരുണക്കടലായ ദയാലുവായ അള്ളാഹുവെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം ഒരു സ്വാലിഹായ അമല ഇനി സ്വീകരിക്കണേ പടച്ചോനെ. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. അള്ളാഹുവെ, നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ല റഹ്മാനെ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റഹ്മാനെ. അല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തുതാ പടച്ചവനെ. ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാ, നീ പുറത്തുതാ അല്ലാ. കടലിൻ്റെ തിരമാലകളോളം പാപം ചെയ്താലും നീ പുറത്തു തരാൻ കഴിവുള്ളവനാണല്ലോ റഹ്മാനെ. നീ പറഞ്ഞല്ലോ നിന്നോട് ഏറ്റുപറഞ്ഞ പുറത്തു തരാമെന്ന്. അള്ളാഹുവെ, തൗബ ചെയ്യുന്നവരെ നിനക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലോ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തുതാ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും ഖബറിൻ്റെ അകത്ത. ഞങ്ങൾക്ക് അവരുടെ അവസ്ഥ അറിയില്ല. നീ അവരോട് കരുണ കാണിക്കണേ പടച്ചവനെ. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാനെ. അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ പടച്ചവനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്കും വാപ്പയ്ക്കും നീ ദീർഘായുസ് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ തമ്പുരാനെ. അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾക്ക് അടിമകളാ. അള്ളാഹുവെ, നീ ശിഫ നൽകണേ അല്ലാ. അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അള്ളാഹുവെ. ഞങ്ങളെ നീ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ പടച്ചവനെ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ലാ. ഭാര്യയും മക്കളും ബന്ധുക്കളും അള്ളാഹുവേ, ഞങ്ങളും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നത് വരെ എത്തിക്കല്ലേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെ ആക്കല്ലേ പടച്ചവനെ. അതൊക്കെ ഞങ്ങൾക്ക് നരകം വാങ്ങിത്തരുന്ന മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കണ്ണുനീര് ഉടുപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. അള്ളാഹുവെ, എപ്പോൾ എവിടെ വെച്ചാൽ മരിക്കുന്നതെന്നറിയില്ല. ഈമാനോടുകൂടിയുള്ളൊരു മരണം തരണേ അല്ലാ. ഇതുപോലൊരു വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവന്. ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ. 40 പേര് നല്ലതു പറയുന്ന മരണം നൽകണേ അല്ലാ. ഞങ്ങളാരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലോ. കടപാടുകൾ തീർത്തു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. അള്ളാഹു, ഇവിടുത്തെ ഉസ്താദന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഉഖ്റവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാ. അൽ ഉലമാ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാ. അള്ളാഹുവേ, ഈ 12 മണി കഴിഞ്ഞിട്ടും ഈ സദസ്സിലിരുന്ന ഈ വാപ്പമാർക്ക് എല്ലാവർക്കും നീ നല്ല മരണം കൊടുക്കണേ പടച്ചവൻ. ഈ സഹോദരങ്ങളൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവർക്കും നല്ല ജോലിയും നല്ല ഇണയെയും നൽകണേ തമ്പുരാൻ. അല്ലാ, എൻ്റെ പടച്ചവനെ, ഈ വിദ്യാർത്ഥികൾ അള്ളാഹുവെ, നീ ഇവരെയൊക്കെ ദുനിയാവിൽ ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. പരീക്ഷയൊക്കെ വരുന്ന എല്ലാവർക്കും നല്ല വിജയവും നല്ല ഭാവിയും നൽകണേ തമ്പുരാൻ. അല്ലാ, എൻ്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ല റഹ്മാനെ. ഒരുപാട് വേദന സഹിച്ചവരായി ഇനിയും നീ വേദനിപ്പിക്കല്ലേ റബ്ബേ. അറുത്തു മുറിക്കല്ലേ റബ്ബേ. കണ്ണുനീര് കുടിപ്പിക്കല്ലേ റബ്ബേ. അള്ളാഹുവെ, മാസങ്ങളായി രാപ്പകലുകൾ കടന്ന് കഷ്ടപ്പെടുന്ന ഈ പരിപാടിയുടെ സംഘാടകരെ നീ കൈവിടല്ലേ അല്ലാ. അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. അള്ളാഹുവെ, ഈ നാടിൻ്റെ വെളിച്ചമാക്കണേ അല്ലാ. ഇങ്ങനെ ഒരു മകനെ എനിക്ക് കിട്ടിയല്ലോ എന്നോർത്ത് ഇവരുടെ ഉപ്പയും ഉമ്മയും സന്തോഷിക്കണേ അല്ലാ. മൈക്ക് സെറ്റിൻ്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ പടച്ചോനെ. ക്യാമറയുടെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ, എനിക്ക് ഭക്ഷണം തന്ന കുടുംബത്തിന് സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാ.
ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ ഈ പരിപാടിക്ക് സ്ഥലം കൊടുത്തവർ, സൗകര്യം ചെയ്തവർ, ആരെല്ലാം സഹായിച്ചു, ആണുങ്ങളും പെണ്ണുങ്ങളുമായി എല്ലാവർക്കും നല്ല മരണം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. കടം കൊണ്ട് വലയുന്നവരുടെ കടം മാറ്റണേ അല്ലാ. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാ. മക്കളില്ലാത്ത പാപങ്ങളല്ലാ നീ കരുണ കാണിക്കണേ റഹ്മാനെ. എന്നെ ഒരു കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിക്കുന്ന സഹോദരൻ അല്ലാ, ആ പാപത്തിൻ്റെ മുഖത്ത് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. ആ സഹോദരിക്ക് പടച്ചവനെ നീ സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. അല്ലാഹുവേ വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ വധുവരന്മാരെ നൽകണേ അല്ലാ. അല്ലാ നീ എന്തൊക്കെ നിഅമത്ത് നൽകിയോ അത് മുഴുവനും മരിക്കുവോളം നിലനിർത്തി തരണേ അല്ലാ. അല്ലാഹുവേ നീ നൽകിയതിൽ മുഴുവനും നീ ബറക്കത്ത് നൽകണേ തമ്പുരാൻ. അല്ലാഹുവേ എൻ്റെ പ്രിയ സുഹൃത്ത് ഷഹീർ ഉസ്താദ്, അല്ലാഹുവേ പടച്ചവനെ ആ സാധുവിനെ നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. പടച്ചവനെ അദ്ദേഹത്തിൻ്റെ ഉമ്മ, അല്ലാഹുവേ പടച്ചവനെ ഉമ്മയുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റണേ പടച്ചവനെ. സഹോദരിയുടെ സഹോദരിക്ക് സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ പടച്ചവനെ. ആ കുടുംബത്തിന് എല്ലാവിധ ഖൈറു ബറക്കത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ സുൽഫി എന്ന ചെറുപ്പക്കാരൻ, അവൻ്റെ ഉപ്പായ്ക്കും ഉമ്മായ്ക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. എൻ്റെ പ്രയാസങ്ങളൊക്കെ മാറ്റണേ റഹ്മാനെ. അല്ലാഹുവേ മണ്ണാർക്കാടുള്ള സുലൈമാൻ എന്ന സഹോദരൻ, തൻ്റെ പൊന്നുമോൻ അല്ലാഹു മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ഈ ദുആയ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരെ അപകട മരണം തരല്ലേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ലേ പടച്ചവനെ. അല്ലാ രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാഹുവേ. ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ വരുത്തല്ലേ പടച്ചവനെ. നിന്റെ മുന്നിൽ ഉയർത്തുന്ന കൈകൾ മരിക്കുവോളം ആരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ നീ ഇസ്സത്ത് നിലനിർത്തണേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ, അല്ലാഹുവേ ഈ അഹങ്കാരികൾക്ക് നീ പാഠം പഠിപ്പിക്കണേ തമ്പുരാന്. അല്ലാഹുവേ എല്ലാവർക്കും മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഇവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് നീ പേടി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈ ദുആയ നീ സ്വീകരിക്കണേ തമ്പുരാൻ. അല്ലാഹുവേ പ്രവാസികൾ വല്ലാത്ത പ്രയാസത്തിലാണ്, നീ കൈവിടല്ലേ അല്ലാ. ഇവിടെ ജോലിയിൽ സ്ഥിരത നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാട കബറിടം നീ സ്വർഗമാക്കണേ അല്ലാ. ഉമ്മയ്ക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. കൂടപ്പുറപ്പുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവൻ എൻ്റെ ഭാര്യയുടെ മാതാപിതാക്കളുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ എൻ്റെ ഭാര്യയെ നീ സാലിഹത്തായ ഭാര്യയാക്കണേ തമ്പുരാൻ. എൻ്റെ മക്കൾ രണ്ടുപേരും രോഗങ്ങളൊക്കെ മാറ്റണേ തമ്പുരാനെ. എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. പടച്ചവനെ ഈ ശബ്ദം നീ നിലനിർത്തി തരണേ പടച്ചവനെ. അഹങ്കാരം തരല്ലേ അല്ലാ. ജീവിതത്തിൽ ചെയ്ത പാപങ്ങളൊക്കെ നീ പുറത്തു വരണേ തമ്പുരാനെ. അല്ലാഹുവേ മാരകമായ രോഗങ്ങളെ തൊട്ട്, ഇബാദത്തിന് തടസ്സം വരുത്തുന്ന രോഗങ്ങളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ എനിക്ക് നീയല്ലാതെ ആരുമില്ല, നീ എനിക്ക് കാവല് നൽകണേ പടച്ചവനെ. അല്ലാഹുവേ ഈ ദുആയ നീ സ്വീകരിക്കണേ അല്ലാ. ഈ മുതഅല്ലിമീങ്ങൾക്ക് നാഫിയായ ഇൽമ് അവർക്ക് ഞങ്ങൾക്ക് നീ നൽകണേ പടച്ചവനെ. ഒരു മുതഅല്ലിമിനുണ്ടാകേണ്ട സിഫത്തുകൾ നൽകണേ റഹ്മാനെ. മാതാപിതാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരു പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ 10-40 പേരോളം, അല്ലാഹുവേ നീ ഒരാളെയും മറക്കല്ലേ പടച്ചവനെ. മരിക്കുന്ന സമയത്ത് നീ അവർക്ക് ഇതിൻ്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ തമ്പുരാന്. അല്ലാഹുവേ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് കൂട്ടുകാർ സഹോദരിമാർ ഞങ്ങളുടെ സ്വർഗത്തിലും നീ കൂട്ടുകാരാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിന്ന് പിരിയുകയാ, ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിൻ്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാ. ഈ ദുആ അവസാന ദുആ ആക്കല്ലേ അല്ലാ. ഈ രാത്രി അവസാന രാത്രി ആക്കല്ലേ അല്ലാ. ഈ മജ്ലിസ് അവസാന മജ്ലിസ് ആക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞു, നാളെ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ്
ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ പടച്ചവനെ, തൗബയാക്കണേ റഹ്മാനെ, തൗബയാക്കണേ തമ്പുരാനെ. اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. നിങ്ങളുടെയൊക്കെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തുക. സദക്ക കൊടുക്കാമെന്ന് വാക്കു പറഞ്ഞവരൊക്കെ കഴിയുമെങ്കിൽ പേര് കൊടുക്കുക. ഇനിയും അല്ലാഹു കാണാൻ ആയുസ് നൽകട്ടെ. വആഖിറു ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ ന്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലും ഞങ്ങളുടെ പുതിയ റിലീസുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.